ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.
രാധേശ്യാം എനിക്ക് തോന്നുന്നു ഇതായിരിക്കും അമ്മയുടെ പുസ്തകം. കാരണം അത് ആ കുട്ടി കൊണ്ടുവന്ന് വെച്ചതാണ്. പ്രിയയുടെ പുസ്തകമാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. ആ നാമം സൂക്ഷിച്ചു വച്ചോളൂ. അത് നമ്മൾ സമർപ്പണ ദിവസമാണ് വായിക്കുക. അപ്പോൾ ആരുടെ കയ്യിലും അതിൻ്റെ കോപ്പി ഇല്ല എന്നുണ്ടെങ്കിൽ കോപ്പി എടുക്കാം. സൂക്ഷിച്ചു വെച്ചോളൂ കേട്ടോ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജാനകീ ജീവനസ്മരണം. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക്. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം നാഥാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശ മനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കപിദ്ധജംബൂബലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം. മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം. വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം. ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്തകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം. ആഞ്ജനേയ സ്വാമിക്ക്. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മുല്ലോർലിത്തേവരുടെ അപാരമായ കാരുണ്യം കൊണ്ട് നമ്മൾ രാമായണം 2ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വേണ്ടതുപോലെ പാരായണം ചെയ്യാനും അതിനെ ഉൾക്കൊള്ളാനും എല്ലാം സാധിക്കട്ടെ. കൈ നനച്ചിട്ട് വരൂ. എല്ലാവർക്കും വേണ്ടതുപോലെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് മുല്ലോർലിത്തേവർ തന്ന ആ കാരുണ്യത്തിൻ്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ദിവസത്തെ പാരായണം 2ാം ദിവസത്തെ പാരായണത്തിലേക്ക് പ്രവേശിക്കാം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ
ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ജാനകീ ജീവനസ്മരണം ഹരേ രാമ ഹരേ രാമ ശിവൻ കഥ പറയുന്ന ഭാഗം തൊട്ടിട്ടാണ് നമുക്കിനി പാരായണം ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നലെ വളരെ പിന്നിലായിരുന്നു നമ്മൾ, വെച്ചാലും ആ തുടക്കമുള്ള ദിവസമല്ലേ, അപ്പോൾ എന്തെങ്കിലും കുറച്ചൊന്ന് അനുസ്മരിച്ചിട്ട് ആയതുകൊണ്ടാണ്. നമുക്കപ്പോൾ ഓരോ ദിവസവും കഴിഞ്ഞ തവണ നമ്മൾ പറയുന്ന പോലെ തിരക്ക് പിടിച്ച് ഓടണ്ട, പതുക്കെ വായിച്ച് സമർപ്പിക്കുമ്പോൾ സമർപ്പിച്ചാൽ മതി. ഇപ്പം ചിങ്ങമാസത്തിൽ രാമായണം വായിച്ചു എന്നുണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ നമ്മളെ കൊണ്ട് ഭഗവാൻ അങ്ങനെ എത്തിക്കാറില്ല, വായിച്ചെത്തിക്കാറുണ്ട്. പിന്നെ യുദ്ധഭാഗങ്ങളൊക്കെ പ്രസാദം അവിടെ വച്ചിട്ട് കൈ നനച്ചിട്ട് വരും. പിന്നെ യുദ്ധഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിന് ധാരാളം പറയേണ്ട ആവശ്യമൊന്നുമില്ല, കൈ നനച്ചിട്ട് വരും കേട്ടോ. ഹരേ ഗുരുവായൂരപ്പ. ഇവിടെ ഭഗവാനെ സമർപ്പിച്ചു. അപ്പം അതുകൊണ്ട് ഭഗവാൻ നമ്മളെ വല്ലാണ്ട് എല്ലാം സന്തോഷമായിട്ട് എല്ലാവർക്കും മംഗളമായിട്ട്, ആർക്കും ഇനി ഒരു അജ്ഞാനം വേണ്ട എന്നുള്ള രീതിയിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്തവണത്തെ ഈ പാരായണം ഭഗവാൻ വേണ്ടതുപോലെ ആക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് ഭഗവാൻ സമർപ്പിക്കണം. ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ജാനകീ ജീവനസ്മരണം. ശിവൻ കഥ പറയണു. പങ്ക്തിഗന്ധരാമുഖ രാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയം ഭൂമിദേവി ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തോടും സാരസാസനാലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദന എല്ലാം വിധാതാവിനോടറിയിച്ചാൽ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം ദേവനായകനായ നാഥനോടിവ ചെന്നു. വേദനം ജയന്യേ മറ്റൊരു കഴിവില്ല, സാരസോത്ഭവാനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂഢാഖേദം നമ്മെ കൂട്ടിക്കൊണ്ടങ്ങുപോയി. ക്ഷീരസാഗരാതീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ. ഭാവനയോടും കൂടി പുരുഷാസൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴി പോലെ. അന്നേരം ഒരു 10,000 ആദിത്യന്മാർ ഒന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻപോടു കാണായി വന്നു. പത്മലോചനായ പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ളോരു സിദ്ധയോഗികളാലും ദുർദശാമായ ഭഗവദ്രൂപം മനോഹരം ചന്ദ്രികാ മന്ദസ്മിത സുന്ദരാനനാപൂർണ ചന്ദ്രമണ്ഡലമരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭംബരാമിന്ദിരാ മനോഹരം ഇന്ദിരാവക്ഷസ്ഥലം വന്ദ്യമാനാനന്ദോദയം വത്സലാഞ്ജന വത്സംപാദ പങ്കജ ഭക്തവത്സലം സമസ്തലോകോത്സവം വത്സേവിതം മേരുസന്നിഭാകിരീടോദ്യൽ ഹാരകേയൂരാംഗത കടക കടിസൂത്ര വലയാങ്കുലീയഗാദ്യാഖില വിഭൂഷണ ഗലിത കളേപരം കമല മനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഹാഭവൻ മധുരസ്ഫുടാക്ഷരം സരസാപദ
പദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൾ ജാനകി ജീവനസ്മരണം. എല്ലാത്തിലും ആദ്യം ബ്രഹ്മാവിൻ്റെ ഒരു സ്തുതിയാണ്. ബ്രഹ്മാവ് ആ ഭഗവാനെ അറിഞ്ഞ ആ ബ്രഹ്മാവിൻ്റെ സ്തുതിയോട് കൂടിയിട്ടാണ് ഇവിടെ കഥ പറയൽ ആരംഭിക്കുന്നത്. പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ, മോക്ഷകാമികളായ യോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിന്നൊരു പാദാംബുജം നിത്യവും നമോസ്തുതേ സകല ജഗൽപദേ. നിത്യനിർമ്മലാമൂർത്തേ നിത്യവും നമോസ്തുതേ, സത്യജ്ഞാനാനന്ദാമൃതാമദ്വയാമേകം നിത്യവും നമോസ്തുതേ. കരുണാജലാനിധേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ. സ്വാധ്യായ തപോദാന യജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും. മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവൽപാദ ഭക്തി കൊണ്ടൊഴിഞ്ഞു ഒന്നിനാൽ ആവതില്ല. ഭഗവാൻ പറഞ്ഞു തരണു. ഭഗവാനോട് നമുക്ക് പല വിധത്തിലുള്ള ആ സ്വാധ്യായങ്ങൾ, തപസ്, ദാനം, യജ്ഞം ഇതൊക്കെ ധാരാളം ചെയ്യും. ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യണു, ഞാൻ സമർപ്പിക്കണു, എന്തെങ്കിലും അവിടെ സമർപ്പിക്കുമ്പോൾ ഞാൻ ഇന്നിത് സമർപ്പിച്ചു അല്ലെ, ആ ഞാൻ എന്നുള്ളൊരു ഭാവത്തോടു കൂടിയിട്ടാണ് സമർപ്പിക്കണത്. ഓരോ സമർപ്പണവും നമ്മളെ തന്നെ ഭഗവാന് സമർപ്പിക്കുന്നതിന് തുല്യമാണ്. ഓരോ സമർപ്പണവും അതെ. ആ മനസ്സിൻ്റെ സമർപ്പണം, നമ്മുടെ പ്രേമത്തിൻ്റെ നെയ്വിളക്കൊക്കെ സമർപ്പിക്കുമ്പോൾ നെയ്യ് പറഞ്ഞു തന്നിട്ടതിന് മുമ്പ് അല്ലെ, പരമപ്രേമം നമ്മുടെ ഉള്ളിലുള്ള പ്രേമത്തെ ഭഗവാനെ അവിടത്തേക്ക് സമർപ്പിക്കണമെന്നുള്ള ഭാവത്തോടു കൂടിയിട്ടാണ് നെയ്വിളക്ക്. അതിൻ്റെ പ്രതീകമാണ്. പൂക്കളെന്ന് മനസ്സ് ഭഗവാനെ എൻ്റെ മനസ്സ് അങ്ങേക്ക് സമർപ്പിക്കണോ. ഈ മനസ്സിൽ മനോവൈകല്യങ്ങളൊന്നും ഇല്ലാണ്ട്, അനാവശ്യമായ ചിന്തകളില്ലാണ്ട്, മനസ്സ് വികലാവാണ്ട് ഭഗവാൻ തന്നെ കാത്തു രക്ഷിക്കണേ. ഓരോരോ കാര്യങ്ങൾക്ക്, നിസ്സാര കാര്യങ്ങൾക്കായാലും മനസ്സ് വിഷമിക്കാണ്ട് എന്ത് കാര്യത്തിനും കരുത്ത് നേടാനായിട്ട് അല്ലെ. മനസ്സിലൊരു വിഷമം വന്നാലാണ്, മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാ? നമ്മുടെ മനസ്സാണ് അല്ലേ. ഒരാൾ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചാൽ നമുക്ക് മനസ്സിൽ തോന്നുകയാണ് അയാൾ എന്നെ പരിഹസിച്ച് ചിരിച്ചതാ എന്ന് തോന്നിയാൽ പോയി. അയാൾ പരിഹസിച്ചിട്ടാവില്ലായിരിക്കും. അതേസമയം പരിഹസിച്ചാൽ ചിരിച്ചു കഴിഞ്ഞാലോ അയ്യോ എന്നാലും അദ്ദേഹം കണ്ടപ്പോൾ ചിരിച്ചൂലോ എന്നുള്ളൊരു ഭാവത്തോടു കൂടിയിട്ടാണ് ഏറ്റെടുക്കണമെന്ന് വെച്ചാൽ. അപ്പോൾ ഈ മനസ്സാണ് നമ്മളെ എല്ലാം കൊണ്ടും നമ്മളുടെ ശത്രു. ഏറ്റവും വലിയ ശത്രു ആരാ? നമ്മുടെ മനസ്സാണ്. അപ്പോൾ മനസ്സ് നമ്മളെ നേരായ വഴിയിലേക്ക് നയിക്കണമെങ്കിൽ ആ മനസ്സ് ആർക്ക് സമർപ്പിക്കണം? ഭഗവാന് സമർപ്പിക്കണം. പുഷ്പങ്ങളൊക്കെ ഇവിടെ സമർപ്പിക്കാം. നമ്മളെന്നും ഇവിടെ പുഷ്പാഞ്ജലി ചെയ്യുന്നുണ്ട്. ആ പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ എന്താ പറയണേ? ഇവിടെ ഇരുന്ന് ഭഗവത് കഥകൾ കേൾക്കുന്ന ഈ ഒരു സമയത്ത് ഭഗവാനെ എൻ്റെ മനസ്സ് അവിടത്തോട് ആ സമയമെങ്കിലും അവിടത്തോട് ചേർന്നിരിക്കാൻ അനുഗ്രഹിക്കണേ. ഇതിനെ വേണ്ടതുപോലെ ശ്രവിക്കാൻ അനുഗ്രഹിക്കണേ. മനസ്സിൽ മറ്റുള്ള ചിന്തകളൊന്നും വരാതെ കാത്തു രക്ഷിക്കണേ. മനസ്സ് ഞാനിതാ ഇവിടെ ഭഗവാനെ അവിടുത്തെ പാദത്തിൽ സമർപ്പിച്ചിട്ടാണ് ഞാനിവിടെ ഇരിക്കണത് എന്നുള്ളൊരു ഭാവത്തോടു കൂടിയിട്ടാണ് നമ്മൾ പൂവ് ഇവിടെ അർച്ചിക്കുമ്പോൾ, നെയ്യ് അർച്ചിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ആ പരമമായ പ്രേമം, ആരോട് എന്തിനോട് തോന്നണ എല്ലാ സ്നേഹത്തിൻ്റെയും ആ പൂർണ്ണമായ ഭാവമാണ് പ്രേമം എന്ന് പറയുന്നത്. പരമപ്രേമസ്വരൂപനാണ് ഭഗവാൻ. അപ്പോൾ ആ ഭഗവാന് വേറൊന്നും വേണ്ട, നമ്മളിൽ നിന്ന് പ്രേമമാണ് ഭഗവാൻ ആഗ്രഹം. അപ്പോൾ ആ പ്രേമത്തെ ഞാനിതാ സമർപ്പിക്കണു എന്നുള്ള ഭാവത്തിലാണ് സമർപ്പിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഉള്ള സമർപ്പണങ്ങൾ അങ്ങനെ ആവണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വക കർമ്മങ്ങൾ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ കുറേ നാമം ജപിക്കുന്ന ആളാണ്, ഞാൻ കുറേ ഈശ്വര പൂജ ചെയ്യുന്ന ആളാണ്, ഞാനെന്നും അമ്പലത്തിൽ പോകുന്ന ആളാണ്, ഞാൻ വലിയ ഭക്തനാണ് എന്നുള്ളൊരു ഭാവത്തിലൊക്കെയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്തത് കൊണ്ടതൊന്നും ആ വക കർമ്മങ്ങൾക്കൊന്നും കാര്യമില്ല. അപ്പോൾ എന്തുണ്ടാവണം? അങ്ങനെ തോന്നാണ്ടിരിക്കണമെങ്കിൽ ഉണ്ടാവണം? ഭഗവാന്റെ പാദത്തിൽ ഭക്തി ഉണ്ടാവണം. ഭക്തി ഉണ്ടായാൽ മാത്രമേ നമ്മുടെ സമർപ്പണം ശരിയായ രീതിയിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് വെച്ചാൽ പൈസയുടെ അഹങ്കാരം കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അത് ഞാൻ ചെയ്യണു. ഇപ്പോൾ അതേ ഇവിടെ നമ്മുടെ മുല്ലോർലി തേവരുടെ ഇവിടെ ചുറ്റും നടപ്പാത വിരിക്കാം, അത് ചെയ്യാം എന്ന് ഒരു തീരുമാനം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അത് നന്നായി നടക്കട്ടെ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
പല ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും കാണാം ഈ നടപ്പാതയ്ക്ക് കല്ല് സമർപ്പിക്കണവരെ അവരുടെ പേര് ഈ കല്ലിൽ എഴുതി വയ്ക്കും. ഇന്നാൾ വക ഭഗവാന് കൊടുക്കണതാണ്. ഞാൻ ഇന്നാൾ വക ഒരു കല്ല്, നമ്മുടെ ഒരു കല്ല്, ആ കല്ലിന് വേണ്ട വക ഉണ്ടാക്കാനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് അതവിടെ സമർപ്പിക്കാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ മുകളിൽ എന്നിട്ട് ഈ നാരായണൻ നായരെയും ലക്ഷ്മിക്കുട്ടിയമ്മയും ദേവകിയമ്മയൊക്കെ ചവിട്ടിയിട്ട് വേണം നമുക്ക് പ്രദക്ഷിണം വയ്ക്കാൻ. ഒരിക്കലും അങ്ങനെ കല്ലുമ്മ പേര് എഴുതി വയ്ക്കാൻ പാടില്ല. അത് അവരെയൊക്കെ ചവിട്ടിയിട്ട് നടക്കുമ്പോഴേ നമുക്ക് നടക്കാൻ തോന്നില്ല. വൃന്ദാവനത്തിലൊരു മഹാത്മാവുണ്ടായിരുന്നു. അദ്ദേഹം അത്രയും രാധാകൃഷ്ണ പ്രേമത്തിൽ മുങ്ങി നിൽക്കുന്ന ആളാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ച സ്ഥലമാണ്. ജനിച്ചിട്ട് മുട്ടുകുത്തി നടന്ന ഒരു അമ്പലമുണ്ട്. അവിടേക്ക് അദ്ദേഹം വരില്ല. കാരണം അവിടെയുള്ള ടൈലിൽ മുഴുവനും ഓരോരുത്തരുടെ പേര് എഴുതി വെച്ചേക്കാണ്. നാമങ്ങൾ അത് ഭഗവാന്റെ നാമത്തോട് കൂടിയിട്ട് എഴുതി വെച്ചേക്കാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇതൊക്കെ ചവിട്ടിയിട്ട് വേണ്ടേ വരാൻ, ഞാൻ ഇവിടെ ഇരുന്നുള്ള. ആ ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം കയറില്ല. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ സമർപ്പണം ആരും അറിയാതെ ചെയ്യണം എന്നുള്ളതാണ്. ഒരു കഥ പറയും. ഒരു മഹാദേവൻ്റെ ക്ഷേത്രത്തിലെ പൂജയൊക്കെ കഴിഞ്ഞ് പൂജാരി പോയപ്പോൾ ഉണ്ണി ഗണേശനും പാർവതി പരമേശ്വരന്മാരൊക്കെ കൂടി കുടുംബം ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ടേ ക്ഷേത്രത്തിൽ നിന്ന്. അപ്പോൾ ഇറങ്ങിയ സമയത്ത് പറഞ്ഞു, അനാവശ്യം മറ്റുള്ളവരുടെ ഒന്നും എടുക്കത്തൊട് മറ്റോ ചെയ്യരുത് കേട്ടോ എന്ന്. കാരണം ഏറ്റവും കുറുമ്പാർക്ക് ഉണ്ണി ഗണേശനാണ്. ഗണേശനോട് പ്രത്യേകം പറഞ്ഞു. അപ്പോൾ ഗണേശൻ അതൊക്കെ പിന്നെ സമ്മതിച്ചു. വന്നോണം വന്ന് കൊടിമരത്തുമ്മ കയറി ഓരോന്നും എടുക്കണു. അപ്പോൾ ചോദിക്കുക അരുതെന്ന് പറഞ്ഞില്ലേ, മറ്റുള്ളവരൊന്നും എടുക്കരുതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതൊക്കെ അച്ഛാ സർവ്വലോകത്തിനും നാഥനായിട്ട് ജഗതപിതരൗ വന്ദേ പാർവതി പരമേശ്വരൗന്ന്. അപ്പോൾ ഇതൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലേ, ഈ ജഗത്തിന് മുതൽ മാതാപിതാക്കളായിട്ടുള്ള അച്ഛനമ്മമാർ. അപ്പോൾ അതല്ലേ ഇപ്പോൾ നീ നല്ലോണം നോക്ക്. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൃഷ്ണൻകുട്ടി നായർ വക. അപ്പോൾ അതൊക്കെ അവരുടെ വകയാണ്, അവരോട് എഴുതി വെച്ചേക്കാണ്. അപ്പോൾ അതുകൊണ്ട് അന്യന്മാരുടെ ഒന്നും തുടരുത്. നമ്മൾ പൂർണ്ണമായിട്ടൊന്നും സമർപ്പിക്കണില്ല. പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കണമെങ്കിൽ നമ്മളുടെ പേര് എവിടെ, പേരിൻ്റെ അല്ല സ്ഥാനം, പേര് എവിടെയും വേണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് സമർപ്പിക്കുമ്പോൾ ഭക്തിയോടുകൂടി സമർപ്പിക്കുമ്പോൾ എന്താണെന്നറിയോ, അത് ഭക്തനും ഭഗവാനും മാത്രമാണ് അതറിയുള്ളൂ. ബാക്കിയുള്ളവരാരും അറിയേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് സമർപ്പണം എങ്ങനെ വേണം, ഭക്തിയോട് കൂടിയിട്ട് വേണം. ഭഗവത്പാദ ഭക്തി ഒഴിഞ്ഞ് മറ്റൊന്നിനാലാവതില്ല. ഭഗവാനെ വേറെ ഒന്നുകൊണ്ടും ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധിക്കില്ല എന്നതാണ് ഇവിടെ പറയണു. ജാനകീ ജീവനസ്മരണം നിന്തിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്ദ്വമന്തികെ കാണായി വന്നാതെനിക്കു ഭാഗ്യവശാൽ സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്ത്യാ ബുദ്ധ്യാ ധരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം. ചേതസീ സദാകാലം ഭക്തവത്സലാ പോറ്റി. നിത്യവും ഭക്ത്യാ ബുദ്ധ്യാ ധരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം. ചേതസീ സദാകാലം ഭക്തവത്സലാ പോറ്റി. എല്ലാവർക്കുമുള്ള പ്രാർത്ഥന അതാ വേണ്ടേ, ഭഗവാനെ അവിടുത്തെ പാദത്തിൽ ഭക്തി ഉണ്ടാക്കി തരണേ എന്ന്. ബാക്കി എന്ത് വേണമെന്ന് ഭഗവാനോട് ചോദിച്ചാലും അതൊക്കെ ഭഗവാൻ നേടിത്തരും. അർത്ഥം വേണം, കളത്രം വേണം, പുത്രന്മാർ വേണം, ജോലി വേണം, എല്ലാം നേടിത്തരും. പക്ഷേ അതൊക്കെ ആദ്യമൊക്കെ നമുക്ക് സുഖമെന്ന് തോന്നും, പിന്നെ അതൊക്കെ ദുഃഖത്തിനാണ് കാരണമാവുക. എന്തുണ്ടെങ്കിലും ദുഃഖത്തിനും ഭയത്തിനും കാരണമാവും അല്ലേ. ധനം കൂടുതൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഭയമാണ്. ഈ ധനം കള്ളന്മാർ വരും എടുത്തിട്ട് പോവോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ഭയം തോന്നും നമുക്ക്. ധനം അധികമായിട്ട് നമ്മുടെ കയ്യിൽ വയ്ക്കുമ്പോൾ. സ്വർണ്ണമൊക്കെ ധാരാളം വീട്ടിൽ വെച്ചിട്ട് വരുമ്പോൾ എങ്ങനെങ്കിലും പോകാൻ പേടിയാണ്. ഇത് കയ്യിൽ കൊണ്ടു നടക്കും. എന്നിട്ട് കയ്യിൽ കൊണ്ടു നടക്കുമ്പോൾ ഇതാരെങ്കിലും വേഗം അടിച്ചിട്ട് പോകുന്നു. പിന്നെ എപ്പോഴും മനസ്സമാധാനമില്ല. അങ്ങനെയാണ്. അപ്പോൾ അത് ധനമൊക്കെ എന്ത് സാധനവും നമ്മുടെ കയ്യിൽ അമിതമായിട്ട് ഉണ്ടായാൽ വേണ്ടതൊക്കെ ആവശ്യത്തിന് ഭഗവാൻ തരേണ്ട. കൂടുതലായി കഴിഞ്ഞാൽ അതൊക്കെ പുത്രന്മാരെ കൊണ്ട് നല്ലതുണ്ടാവും. അല്ലെങ്കിൽ മക്കൾ നന്നായിട്ട് വരട്ടെ എന്നിട്ട് നല്ല മക്കളല്ലാണ്ടായി തീർന്നാൽ ദുഃഖമല്ലേ. അപ്പോൾ ആ എല്ലാം കൊണ്ടും മക്കൾ നന്നാവുക എന്നുള്ളത് തന്നെ വരണം. അത് നല്ലതല്ലെങ്കിൽ ദുഃഖമായി, അല്ലെങ്കിൽ രോഗങ്ങളും ദുരിതങ്ങളും കുട്ടികൾക്ക് വന്നാൽ ദുഃഖമായി. അപ്പോൾ ഇത് സുഖമാണെന്ന് വിചാരിച്ച് ഭഗവാനോട് ചോദിക്കുന്നതൊക്കെ ദുഃഖത്തിന് കാരണമാവും. അതേസമയം ഭഗവാനെ എന്താണോ എനിക്ക് എൻ്റെ കർമ്മത്തിനനുസരിച്ച് എൻ്റെ അനുഭവയോഗം അത് വന്ന് ചേർന്നോട്ടെ,
അതിനെ ആ കരുത്തോടു കൂടിയിട്ട് ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭഗവാനെ അവിടുത്തെ പാദങ്ങളിൽ ഭക്തി ഉണ്ടാക്കി തരണേ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഏറ്റവും വലിയ പ്രാർത്ഥന. സംസാരമയ പരീതപ്തമാനസന്മാരും പുംസാം തൽഭക്തിയൊഴിഞ്ഞില്ല ഭേഷജാമേതും മരണാമോർത്തു മമാ മനസീ പരീതാപം കരുണാമൃതാനിധേ പെരികേത് വളരുന്നു മരണകാലേ തവ തരുണാരുണാ സമാചരണ സരസിജ സ്മരണമുണ്ടാവാനായി തരിക വരം നാഥ കരുണാകരാ പോറ്റി. മരണസമയത്ത് ആ ഭഗവത് ചിന്തയോടുകൂടിയിട്ട് ശരീരം വെടിയണം എന്നുണ്ടെങ്കിൽ അത് അത്രയും സുഖപ്പം ചെയ്തവരാണ്. അടുത്ത കാലത്ത് അങ്ങനെ ഒരു മഹാത്മാവിനെ നമസ്കരിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. പ്രായം കൊണ്ട് എൻ്റെ ചെറുതാണെങ്കിലും നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ അവിടെ എപ്പോഴും വരാറുള്ള ഗീതയുടെ ഹസ്ബൻഡ് ആ ഭഗവാനോട് ചേർന്നപ്പോൾ അവസാന നിമിഷം വരെ ബോധമുണ്ടായി. ഈശ്വരനാമം ജപിച്ചുകൊണ്ട് ശാന്തമായിട്ട് ജീവൻ വെടിഞ്ഞു എന്നുള്ളത് ഗീത എൻ്റെ അടുത്ത് പറഞ്ഞു. ശാന്തമായിട്ടാണ്. അത്രയും പുണ്യാത്മാക്കൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ അല്ലേ. മരണകാലത്തു ഭവൽ സ്വരൂപത്തെ മരതകവർണ്ണ തെളിഞ്ഞു കാണണം മുരളിനാദമാം അമൃതു കൊണ്ടെൻ്റെ മരണസങ്കടം അകറ്റിടേണമേ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഗുരുവായൂരപ്പ. അതാണ് നമുക്ക് വേണ്ടത്. ശരണം ദേവദേവ രമാരമണാധരാപദേ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ പരമാപരമാത്മൻ പരബ്രഹ്മഖ്യ ജയ പരചിന്മയ പരാപര പത്മാക്ഷ ജയ വരദാ നാരായണ വൈകുണ്ഠ ജയ ജയ. ചതുരാനനനിധി സ്തുതി ചെയ്തോരു നേരം മധുരാധരാമതി വിശദസ്മിതാപൂർവം. അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ ആലോചിക്കണം. ആ മധുരസ്മിതം എങ്ങനെ വിശദമായിട്ടുള്ളൊരു മന്ദസ്മിതം മനസ്സും നിറഞ്ഞിട്ട് ചിരിക്കുമ്പോഴേ വിശദമായിട്ട്. ചിരിക്കൽ പല വിധത്തിലുണ്ടല്ലേ. ഒരാളെ പുഞ്ചിരിച്ചോ ചിരിക്കേണ്ടെന്ന് ചിരിച്ചത് അങ്ങനെയല്ല. മനസ്സ് നിറഞ്ഞ ആ ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട് പുഞ്ചിരിക്കുക, അതാണ് വിശദമായിട്ട് പുഞ്ചിരിക്കുക. ആ പുഞ്ചിരിയൊക്കെ ഭഗവാന്റെ പുഞ്ചിരിയൊക്കെ വായിക്കുമ്പോൾ ഉള്ളിൽ ഓർത്താൽ എന്തൊരാനന്ദമാണ്. മധുരാധരാമതി വിശദസ്മിതപൂർവം അരുളി ചെയ്തു നാഥൻ. എന്തിപ്പോഴെല്ലാവരും ഒരുമിച്ചെന്നെ കാൺമാൻ ഇവിടെ കിഴറ്റോടെ വരുവാൻ മൂലമതു ചൊൽകുന്നതു കേട്ടു സരസീരുഹാഭവാനിവണ്ണമുണർത്തിച്ചു. നിന്തിരുവടി തിരുവള്ളത്തിലേറാതെ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതു പോറ്റി. എങ്കിലും ഉണർത്തിക്കാം 3 ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നതിക്കാലം നാഥ. പൗലസ്ത്യതനയണം രാവണൻ തന്നാലിപ്പൊൻ ത്രൈലോക്യം നശിച്ചിതു മിക്കതും ജഗൽപദേ. മദ്ദത്താവര ബലാതർപ്പിതനായിട്ടതിനിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെ എല്ലാം. അയ്യോ ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവാൻ ഏകശാസനമാക്കി ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം. പാകശാസനെയും സമരേ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടിനന്ദശാനനൻ. യാഗാദി കർമ്മങ്ങളും മുടക്കി അത്രയല്ല യോഗീന്ദ്രന്മാരാം മുനിമാരെയും രക്ഷിക്കുന്നു. ധർമ്മപത്നികളെയും പിടിച്ചു കൊണ്ടുപോയ ധർമ്മവും മറഞ്ഞിതു മുടിഞ്ഞു മര്യാദയും. മർത്യനാലൊഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗൽപദേ. നിന്തിരുവടി തന്നെ മർത്യനായി പിറന്നിനി പങ്ക്തി സന്തരൻ തന്നെ കൊല്ലണം ദയാനിധേ.
സന്തതം നമസ്കാരമതിന് മധുരിപോ ചന്തളീരടീണ ചിന്തിക്കായി വരേണമേ. പത്മസംഭവാനിതീമുണർത്തിച്ചതു നേരം പത്മലോചനം ചിരിച്ചരുളിച്ചതേനേവം. എന്താ പറഞ്ഞത്? രാവണൻ അല്ലേ, ആ 10 തലയുള്ള രാവണൻ അല്ലേ. നമ്മളെ എന്താ 10 തല എന്ന് പറയുന്നത്? നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും അല്ലേ. അതൊക്കെ കൂടി അത് മുഴുവനും നമുക്ക് ഈശ്വരനോട് ഈശ്വരന് വിമുഖമായിട്ട് തീർക്കുകയാണ് ചെയ്യണത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ ചതിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആ ഇന്ദ്രിയങ്ങളെ വേണ്ടതുപോലെ ആക്കാൻ ആർക്കേ സാധിക്കുള്ളൂ? അതിൻ്റെ എല്ലാം നാഥനായ ഭഗവാനെ സാധിക്കുള്ളൂ. അതാണ് ഇവിടെ പറയണതിൻ്റെ ഒരർത്ഥം. നമുക്ക് ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണത്. ആ രാവണൻ എല്ലാ ലോകങ്ങളെയൊക്കെ നമ്മുടെ ഓരോ ചിന്തകളെയും ഓരോ പ്രവർത്തികളെയും ഒക്കെ ഈശ്വര വിമുഖമാക്കിയിട്ട് നമ്മളെ ഈശ്വരനിൽ നിന്ന് അകറ്റുന്നു. അപ്പോൾ അങ്ങനെയുള്ള നമുക്കപ്പോൾ അങ്ങനെ നമ്മളുടെ ആ പ്രവൃത്തിയും ഒക്കെ നന്നായി തീരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈശ്വരൻ്റെ അനുഗ്രഹം തന്നെ വേണം. ആ ഈശ്വരനിൽ പരമമായ എത്ര ദുഷ്ടനായാലും ആ ഭഗവാനോടടുത്ത് ഈശ്വര കൃപ ഉണ്ടാവണ സമയത്ത് ആ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം തെറ്റാണെന്ന് ഉള്ള ആ ഒരു ബോധം ഉണ്ടാവുള്ളൂ. അതുവരെ ആ ബോധം ഉണ്ടാവില്ല. ഹരേ ഗുരുവായൂരപ്പ. നാരായണ. എന്താ പൂവച്ചോളൂ. അതുവരെ ആ ബോധം ഇല്ലാതെ കണ്ടാണ് അവരിയ്ക്കുക. അപ്പോൾ ആ ഒരു ബോധത്തെ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് നിൽക്കണം. ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. ആ ഭഗവാന്റെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം എന്നതാ അവിടെ പ്രാർത്ഥിക്കുകയാണ്. പത്മസംഭവാനിതീമുണർത്തിച്ചതു നേരം പത്മരോലോചനം ചിരിച്ചരുളിച്ചെയ്താനേവം. ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതി ദത്തമായിദൂവരം സുപ്രസന്നേന മയാ തദ്വച സത്യം കർത്തുമുദ്യോഗമദ്യൈവ മേ. കശ്യപൻ ദശരഥനാംന രാജന്യന്ത്രനായി കശ്യപീതലേ ദിഷ്ടാദ്യുതനാ വിധാതാവേ. തസ്യ വല്ലഭയാകൂമതിഥി കൗസല്യയും തസ്യാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും. മത്സഹോദരന്മാരായി 3 പേരുണ്ടായി വരും. ചിൽസ്വരൂപിണി മമാശക്തിയാം വിശ്വേശ്വരി യോഗമായ ദേവിയും ജനകാലയേ. കീകസാത്മജാകുലനാശനാകാരിണിയായി മേദിനി തന്നീലയോനിജയായുണ്ടായി വരും. ആതിഥേയന്മാർ കവി വീരരായി പിറക്കേണം. മേദിനി ദേവിക്കതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പാനെന്നാൽ അരുൾ ചെയ്തു നാഥൻ. വേദനായകനയുമയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ. ആതിഥേയന്മാരെല്ലാം അവധി തീർന്നു നേരം ആദിനായകൻ മറഞ്ഞിടിനോരാശ നോക്കി. ഖേദവുമകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്തൻ. മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോട് അരുളി ചെയ്താനേവം. ദാനവാരാധി കരുണാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും. വസരാതിശന്വയേ സാദരം അയോധ്യയിൽ വാസവാദികളായ നിങ്ങളും ഒന്നു വേണം. വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി ദാസഭാവേന ഭൂമിമണ്ഡലേ പിറക്കണം. മാനിയാം ദശാനനാഭൃത്യന്മാരാകും ദാനവീരന്മാരോട് യുദ്ധം ചെയ്വതിന്നോരോ കാനനാഗിരി ഗുഹദ്വാരവൃക്ഷങ്ങൾ തോരും വാമന പ്രവരന്മാരായേതും വൈകിടാതെ സൂത്രമാദികളോട് പത്മസംഭവൻ നിജ ഭർത്തൃശാസനമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി സത്യലോകവും ബുക്കു സത്വരം ധരിത്രിയും അസ്തതാസന്താപമതിസ്വസ്ഥയായി മരുവിനൻ. തൽക്കാലേ ഹരിമുഖപ്രകരം വിഭൂതന്മാരൊക്കവേ ഹരിരൂപധാരികളായാരല്ലോ. മാനുഷാഹരി സഹായാർത്ഥമായി
തതോ മാനുഷാഹരി സമാവേഗ വിക്രമത്തോടെ പർവ്വത വൃക്ഷോബല ഹരേ കൃഷ്ണ പർവ്വതാവൃക്ഷോബലയോധികളായി ഉന്നത പർവ്വതാതുല്യ അനാരദം ഈശ്വരം പ്രതീക്ഷണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഭുവി സുഖിച്ചു അണാരല്ലോ ജാനകീ ജീവനസ്മരണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ബ്രഹ്മാവിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ദേവന്മാരെ അറിയിച്ചിട്ട് ദേവന്മാരോട് പറയണു, നിങ്ങളെല്ലാവരും അംശം കൊണ്ട് വാനരന്മാരായിട്ട്, അപ്പോൾ ഭഗവാന്റെ കൂടെ വാനരന്മാരായിട്ടുണ്ടായിരുന്നൊക്കെ ദേവാംശ ദേവൻ തന്നെയാണ്. ദേവന്മാരുടെ അംശം കൊണ്ട് ഓരോരോ വാനരന്മാരുണ്ടായി. ഭഗവാന്റെ പേരും ഹരി എന്നാണ്, വാനരൻ്റെ പേരും ഹരി എന്നാണ്. കാരണം എല്ലാം ആ ഹരിയാണ്, എല്ലാ ദേവാംശങ്ങളും ഹരി തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരെയും ഹരി എന്നുള്ള പര്യായം പറയുമ്പോൾ വിഷ്ണുവിനും ഹരി എന്ന് പര്യായമുണ്ട്. വാനരനെ പറയുമ്പോഴും ഹരി എന്ന് പറയുമ്പോൾ ഹരിപ്രമുഖന്മാരും വിഭുതന്മാരൊക്കവേ ഹരിരൂപധാരികളായാലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആ വാനരന്മാരായിട്ട് തീർന്നു എന്ന് പറയണം. ഇനി ഇതാ നമ്മൾ ഇനി എത്തണത് അയോധ്യയിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കണത്. പുത്രകാമേഷ്ടിയാണ് അവിടെ നടക്കണം. അമിത ഗുണവാനം നൃപതി ദശരഥനമലൻ അയോധ്യാധിപതി ധർമാത്മാ വീരൻ അമരകുലവരാതുല്യനം സത്യപരാക്രമ അംഗജാസമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർത്തു ശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയിടും കൈകേയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനാപത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാനെന്തു നല്ലോ നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായ്കയാൽ എനിക്കു രാജ്യാദി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠാതബോധനൻ വസിഷ്ഠാനതു കേട്ടു ചിരിച്ചു. ദശരഥ നൃപനോടരുൾ ചെയ്തു, നിനക്കു 4 പുത്രന്മാരുണ്ടായി വരൂമതു നിനച്ചു ഖേദിക്കേണ്ട മനസീ നരപതേ വൈകാതെ വരുത്തേണം ഋഷ്യശിങ്കനെ എപ്പോൾ ചെയ്ക നീ ഗുണാനിധേ പുത്രകാമേഷ്ടി കർമ്മം തന്നെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈബണ്ഠകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകാപതിയാകം ദീക്ഷിച്ചാനതൂകാലം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമാനാകിയ ദശരഥൻ വിശ്വനായകനവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശങ്കനാൽ ചെയ്യപ്പെട്ട രാഹുതിയാലേ വിശ്വദേവതാഗണം തൃപ്തരായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്ന് പൊങ്ങിനാൻ വന്യദേവൻ താവകം പുത്രീയമിപ്പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതിപ്രവേരനും കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷണം ദശരഥൻ തക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാപാതി നൽകിനാൻ കൈകേയിക്കും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി ദാനം തന്നെ പാതി കൊടുത്തിടിനാൾ മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും മന്നവൻ അത് കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതും വരുമതുകാലം അപ്പോഴേ തുടങ്ങി ശോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷിമാർക്കനുവാസരം ക്രമത്താലെ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും തോറും പ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും ജാനകി ജീവനസ്മരണം. അപ്പം പുത്രകാമേഷ്ടി ചെയ്യാൻ പറഞ്ഞിട്ട് പുത്രകാമേഷ്ടി ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ വിശദമായിട്ട് പറഞ്ഞതുകൊണ്ട് അങ്ങനെയുള്ള കഥകൾ വിശദമാക്കണില്ല.
ആ യാഗത്തിൽ നിന്ന് ആ വന്യദേവൻ തന്നെ പായസം കൊണ്ടു കൊടുക്കണു. ആ പായസം ഹോമകുണ്ടത്തിൽ നിന്ന് പായസം കൊണ്ടു കൊടുക്കുമ്പോൾ ആ പായസം കൈകേയിക്കും കൗസല്യയ്ക്കും വേണ്ടി തൻ വീതിച്ചു കൊടുത്തു. അപ്പോൾ സുമിത്ര പരിഭ്രമിച്ച് നിൽക്കണു. ആ സമയത്ത് കൗസല്യാദേവി തൻ്റെ പകുതി പായസത്തിൽ നിന്ന് പകുതി സുമിത്രയ്ക്ക് കൊടുക്കുമ്പോൾ കൈകേയും അത് കണ്ട് പകുതി കൊടുക്കണം. അങ്ങനെ ഭഗവാൻ ദശരഥ മഹാരാജാവ് സന്തോഷത്തോടു കൂടി അതൊക്കെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഗർഭിണികളായി എല്ലാം ഗർഭചിഹ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് വന്നു. തത്പ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു തന്താപന്തിനം തോറും അല്പഭാഷിണിമാർക്കു വർദ്ധിച്ചു തേജസ്സേറ്റം. സീമന്ത പുംസവനാതിക്രിയം ചെയ്തു കാമന്തദാനങ്ങളും ചെയ്തിതു നരവരൻ. ഇതാ ശ്രീരാമ അവതാരായി ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ആ അവതാരം ശ്രീരാമൻ എവിടെയാണ് അവതരിക്കുന്നത്? അയോധ്യയിൽ. അയോധ്യ എന്ന് വെച്ചാൽ എന്താ? യുദ്ധമില്ലാത്ത സ്ഥലമാണ് അയോധ്യ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ എപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അത് പറയണോ, അത് പറയണ്ടേ, ഇത് ചെയ്യണോ, അത് ചെയ്യണ്ടേ, ഇത് ശരിയാണോ, ഇത് തെറ്റാണോ, അങ്ങനെ എല്ലാത്തിനും കൺഫ്യൂഷൻ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നല്ലത് വേണോ, ചീത്ത വേണോ, നല്ലത് വേണോ, അങ്ങനെ ഏതാ വേണ്ടതെന്നുള്ളൊരു യുദ്ധമാണ് നമ്മുടെ മനസ്സിൽ. ആ മനസ്സിൽ എപ്പോഴും ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിനെ അലട്ടണു. ചെറിയ കാര്യങ്ങളെ കൊണ്ട് നമ്മൾക്ക് ആകെ ഡിപ്രഷനാവണു, വിഷമങ്ങളാവണു, സങ്കടങ്ങൾ വരണു. നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മളോട് എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും നമുക്ക് ദുഃഖം വരണു. അപ്പോൾ ഭഗവാൻ എവിടെയാണ് അവതരിക്കുന്നത്? അയോധ്യ ആവണമെങ്കിൽ ഭഗവാൻ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിലാണ്. ആ ഉള്ളിലുള്ള ഭഗവാന്റെ ആ സൂര്യവംശത്തിലെന്ന് പറയുമ്പോൾ അത്രയും തിളക്കത്തോട് കൂടിയിട്ടാണ്. നമ്മുടെ ഉള്ളിൽ അജ്ഞാനത്തെ നീക്കിയിട്ട് അവിടെ ജ്ഞാനപ്രകാശം പരത്താൻ വേണ്ടിയിട്ട് ശ്രീരാമൻ നമ്മുടെ ഉള്ളിൽ അല്ലെ ഇറങ്ങി വരിക. അവതരിക്കാൻ വെച്ചാൽ ജനിക്കുക എന്നല്ല പറഞ്ഞ, അവതരിക്കുക എന്ന് പറഞ്ഞ. അപ്പോൾ അവിരാസീത് ഇറങ്ങി വരിക എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിനെ പരിശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് ശ്രീരാമാവതാരം. അപ്പോൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആ ഈശ്വര ചൈതന്യം പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ രാമാവതാര ഭാഗം വായിക്കാം. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം നർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൾ. ജാനകി ജീവനസ്മരണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൽ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ ഉച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനുമത് അത്യുച്ചാനുദയം കർക്കടകം. അർക്കചന്തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രാനുമുച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ജാനകീ ജീവനസ്മരണം. ജയ രാമ രാമ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു, ദേവകളും പെറ്റിതു. കൈകേയും പുഷ്യനക്ഷത്രം കൊണ്ട് പിറ്റേന്നു സുമിത്രയും പെറ്റിതു പുത്രദ്വയം. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജഗജന്മാരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധാമുദിച്ചുയരുന്നതുപോലെ. സഹസ്രാപത്രോത്ഭവനാരദാസനഗാദി സഹസ്രാനേത്രാമുഖ വിഭുതേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോരു നിർമ്മലാമകൂടവും സുന്ദരാചികൂരവും അളകാസുഷമയും കരുണ്യാമദാസര സമ്പൂർണ്ണ നയനവും ആരുണ്യാംബര പരിശോഭിത ജഗനവും ശംഖചക്രാബ്ജാഗദാ ശോഭിത ഭുജങ്ങളും
ശങ്കസന്നിഭ ശങ്കസന്നിഭകളാരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും കുണ്ടലമുക്താഹാരാകാഞ്ചി നൂപുരമുഖമണ്ഡലങ്ങളും ഇന്ദുമണ്ഡലവദനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷദനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവിദാനം വന്ദിച്ചു തെരൂതരെ സ്തുതിച്ചു തുടങ്ങിനാൾ. ആ ഭഗവാന്റെ വിശ്വരൂപത്തിനെ, ഭഗവാന്റെ സാക്ഷാൽ ആ ശ്രീമൻ നാരായണൻ്റെ ആ രൂപത്തിനെയാണ് അവിടെ കാണിച്ചു കൊടുത്തത്. ബാലനായിട്ട് ജനിച്ചു എന്നുണ്ടെങ്കിലും ആ അമ്മയ്ക്ക് ശംഖചക്ര ഗതാപത്മങ്ങളോട് കൂടിയിട്ട്, ആ മിന്നുന്ന പൊന്നിൻ കിരീടത്തോട് കൂടിയിട്ട്, കാഞ്ചി നൂപുരങ്ങളോട് കൂടിയിട്ട് ആ അമ്മയ്ക്ക് ആ സാക്ഷാൽ ആ സ്വരൂപത്തിനെ കാണിച്ചു കൊടുത്തു. അപ്പം അമ്മ സ്തുതിക്കുന്നു. കൗസല്യയുടെ സ്തുതിയാണ്. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജാധര നമസ്തേ വാസുദേവ മധുസൂദനാ ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ നമസ്തേശ്വര സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപദേ. നിന്തിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. സ്വത്വാദി ഗുണത്രയമാശയി ചന്തി എന്തിനിതെന്നു തമന്മാർക്കു പോലും അറിവാൻ വേളയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതാനന്ദൻ അവ്യക്തൻ അവ്യയ അനേകൻ നിശ്ചലൻ നിരൂപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരാമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്ത്യവാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജരാതിഷേവിതൻ നിഷ്കാമൻ നിയാമിനം ഹൃദയാനിലയനൻ അവ്യയനജനം അമൃതാനന്ദൻ നാരായണൻ വിദ്വന്മാനസാ പത്മധൂപൻ മധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയാജീവൻ സനകാദിഭിസേവ്യൻ സത്വാർത്ഥബോധരൂപൻ സകലാജകന്മയൻ സത്താമാത്രകനല്ലോ നിതിരുവടി നൂനം. നിന്തിരുവടിയുടെ ജഡരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഡരത്തിൽ ഇങ്ങനെ വധിപ്പതിനെന്തു കാരണം പോറ്റി. ഭക്തന്മാർ വിഷയമായുള്ള ഒരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു. മുക്തയാമെനിക്കിപ്പോൾ ഭക്തപുത്രാർത്ഥകുല സംസാര ദുഃഖാംബുധൗ നിത്യവും നിമഗ്നയായത്യർത്ഥം ഭ്രമിക്കുന്നേൻ. നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിലാൽ ഇന്നു നിൻപാദാംബുജം കാണാനും യോഗം വന്നു. തൽക്കാരുണ്യത്താൽ നിത്യം കാമ്പിൽ വസിക്കണം. ഇക്കാണാകിയ രൂപം ദുഷ്കൃതാമൊടുങ്ങുവാൻ. വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശേഷ മോഹിപ്പിച്ചിടായികമാം ലക്ഷ്മീപദേ. വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശേഷ മോഹിപ്പിച്ചിടായികമാം ലക്ഷ്മീപദേ. വിശേഷ മോഹിപ്പിച്ചിടായികമാം ലക്ഷ്മീപദേ. ജാനകി ജീവനസ്മരണം. കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറക്കേണം മറ്റുള്ളവർ കാണും മുമ്പേ. ലാളനാശ്ലേഷണാദ്യാനുരൂപമായിരിപ്പോരു ബാലഭാവത്തെ മമ കാട്ടണം ദയാനിധേ. പുത്രവാത്സല്യ വ്യാജമായ രൂപരീചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം. ഭക്തി പൂണ്ടിത്തം വീണു സ്തുതിച്ചു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമനരുൾ ചെയ്തു. മാതാവേ, ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാൽ
അന്തരാമില്ല ചിന്തിച്ച വണ്ണം വരും. ദുർമതം വളർന്നോരു രാവണൻ തന്നെ കൊന്നു. സമ്മോദം ലോകങ്ങൾക്കു വരുത്തി കൊടുക്കുവാൻ ബ്രഹ്മശങ്കര പ്രമുഖാമര പ്രവീരന്മാർ നിർമ്മല പദങ്ങളാൽ തുതിച്ചു ദേവിക്കയാൽ. മാനവവംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ. പുത്രനായി പിറക്കേണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നോ ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം. പൂർവജന്മനീ പുനരതു കാരണമിപ്പോൾ ഏവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു. ദുർലഭം മൽദർശനം മോക്ഷത്തിനായിട്ടുള്ളൊന്നില്ലല്ലോ പിന്നെയൊരു ജന്മസംസാര ദുഃഖം. എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചു കൊള്ളുന്നാൽ വന്നിടും മോക്ഷമില്ല സംശയാമേതും. യാതൊരു മത്യനിഹ നമ്മിലെ സംവാദമിതാരതരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവനു സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മത്സ്മരണയുമുണ്ടാം. ഇത്തരാമരുൾ ചെയ്തു ബാലഭാവത്തെ പുണ്ടു സത്വരം കാലും കയ്യും കുടഞ്ഞു കരയുന്നോൻ. ഇന്ദ്രനീലാഭാപുണ്ടാ സുന്ദര രൂപനരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ ചന്ദ്രചൂടാരവിന്ദാവിന്ദിരാവൃന്ദാരക വൃന്ദവന്ദിതൻ ഭൂവി വന്നവതാരം ചെയ്തൻ ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ആ ഭഗവാൻ ദർശനം കൊടുത്തിട്ട് പറയണു അമ്മയുടെ ആ പൂർവ്വജന്മത്തിൽ, അതായത് പൂർവ്വജന്മത്തിൽ ഇപ്പം നമ്മളിതാ ഈ രാമായണത്തിന് മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ പറയണു പൂർവ്വജന്മത്തിൽ ചെയ്ത സുഹൃതം കൊണ്ട്, എന്തെങ്കിലും ഒരു സുഹൃതം കൊണ്ടായിരിക്കാം നമുക്കിവിടെ ഒന്ന് ഇരിക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായത്. അപ്പം അതുപോലെ ഈ അമ്മ പൂർവ്വജന്മത്തിൽ സ്മരിച്ചത് കൊണ്ടാണ് ആ വേഷത്തിനെ കാട്ടിത്തന്നത് എന്ന് പറയണു. അപ്പം അതുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ജന്മ സംസാര ദുഃഖം ഇല്ലാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ജനന മരണങ്ങൾ ഇല്ലാണ്ടിരിക്കാൻ ഈശ്വര ഉപാസന തന്നെ അതുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. പറയുന്നുണ്ട് ഇത് എൻ്റെ ഈ രൂപം എപ്പോഴും ധ്യാനിച്ചോളൂ, അപ്പോൾ പിന്നെ മോക്ഷം ഉണ്ടാവും, സംശയമില്ല, ദുഃഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതാണ് നമ്മൾ ഭഗവാനിൽ നിന്ന് വിട്ട് ആ ഒരു കുഞ്ഞിൻ്റെ ഭാവത്തിൽ ഭഗവാൻ വന്നപ്പോൾ നമ്മൾ അത് ഈശ്വരൻ്റെ അടുത്ത് വന്നിരുന്ന് രാമായണം വായിച്ച് ഭഗവത് സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു നിറവാണ്. ഇതിനെ വിട്ടിട്ട് വീണ്ടും ലൗകികത്തിലേക്ക് പോകുമ്പോൾ ഇന്നലെ പറഞ്ഞല്ലേ ആ ഒരു ദുഃഖം വിഷമം നമുക്ക് വരികയാണ് ആ ലൗകികത്തിലേക്ക് പോകുമ്പോൾ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്ത് ഈ കൗസല്യ ആ കുഞ്ഞിനോട് കൂടി ഇരിക്കുമ്പോൾ ആ വന്നു ചേർന്നതൊക്കെ പറയുണ്ടായി. രാവണനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അവതാരോദ്ദേശം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതെല്ലാം ആ ലൗകികമായ ഭാവത്തിലേക്ക് കടന്നപ്പോൾ മായ മൂടി. ആ മായ ബാധിക്കാണ്ടിരിക്കപ്പോഴാണെന്നറിയോ ഈശ്വരനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. അപ്പോൾ ആ മായ മൂടിക്കളഞ്ഞപ്പോൾ ദുഃഖമായിട്ട് തീർന്നു അല്ലേ? എത്ര ദുഃഖിച്ചു കൗസല്യാദേവി. ആ ദുഃഖത്തിനൊക്കെ കാരണം എന്താ? ഈ ഒരു ഭഗവാൻ പറഞ്ഞതാണ്. ഭഗവാൻ നമ്മളോടും പലതവണ പറയുന്നുണ്ട്, ഞാനേ കൂടെ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ശാശ്വതമായിട്ട് ആശ്രയിക്കേണ്ടത് തന്നെയാണ്. അച്ഛനായിട്ടും അമ്മയായിട്ടും ഭാര്യയായിട്ടും ഭർത്താവായിട്ടും കുട്ടികളായിട്ടൊക്കെ പല ഭാവരൂപത്തിൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്നത് ഞാനാണ്. ആ ഒരു വ്യക്തി എന്നുള്ള ഭാവത്തിൽ നമ്മൾ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് ദുഃഖങ്ങൾ വരുന്നത്. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ലാണ്ടൊക്കെ വരുമ്പോൾ നമുക്ക് ദുഃഖങ്ങൾ വരുന്നത് ആ ഒരു വ്യക്തി എന്നുള്ള ഭാവത്തിൽ. അതേസമയം ഉള്ളിലിരിക്കുന്ന ഈശ്വരനെയാണ് നമ്മൾ ഇതെല്ലാം ഇവരുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെയാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്നുള്ള ഭാവത്തിലാകുമ്പോൾ ആരിൽ നിന്നും നമുക്കൊരു പ്രതീക്ഷകളൊന്നും ഉണ്ടാവില്ല. മറ്റത് അവരങ്ങനെ ചെയ്യും, ഇവരെങ്ങനെ ചെയ്യും, നമ്മൾ കുറേ പ്രതീക്ഷകൾ വയ്ക്കുക. ആ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമാകുമ്പോൾ നമുക്ക് ദുഃഖം വരും. ആ ദുഃഖങ്ങൾ ഇല്ലാണ്ടിരിക്കണമെങ്കിൽ പ്രതീക്ഷകളൊന്നും വേണ്ട. ഭഗവാനെ സ്നേഹിക്കുന്ന പോലെ എല്ലാവരെയും സ്നേഹിക്കുക. എല്ലാവരെയും സ്നേഹിക്കാനുള്ള ആ മനസ്സുണ്ടായാൽ തന്നെ നമ്മുടെ ദുഃഖങ്ങളുണ്ടാവും. ഒരേപോലെ ശത്രുക്കളായാലും മിത്രങ്ങളായാലും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ടാവും. അപ്പോൾ എല്ലാവരുടെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്നത് ഈശ്വരനാണെങ്കിൽ അവരെ സ്നേഹിക്കുക. പലതും നമുക്ക് ആ ബാഹ്യമായിട്ട് പല ദുഃഖങ്ങളെ പലരും തരുന്നുണ്ടാവും. പക്ഷേ അതൊക്കെ നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങളെ തീർക്കാൻ, നമ്മുടെ മുജ്ജന്മമായിട്ടുള്ള കർമ്മപ്രാരാബ്ധങ്ങളെ തീർക്കാനാണ് എന്നുള്ളത് ബോധം വയ്ക്കുക നമ്മുടെ ഉള്ളിൽ. അപ്പോൾ നമ്മുടെ ആ എന്ത് തന്നെ വന്നാലും
അത് നേരാനുള്ളൊരു മനക്കരുത്ത് ഉണ്ടാവും. ആര് നമ്മളെ എന്ത് പറഞ്ഞാലും ആര് നമ്മളോട് എങ്ങനെ പ്രവർത്തിച്ചാലും അതൊന്നും നമ്മളെ ബാധിക്കില്ല. നമ്മൾ ഇപ്പോൾ നിങ്ങളാൾ ശരിയല്ല ഒരാൾ നമ്മുടെ മുഖത്തേക്ക് പറഞ്ഞാൽ നമുക്ക് ഉറപ്പുണ്ടാകും നമ്മളാൾ അവരുടെ വാക്കിൽ നമ്മൾ ശരിയാവാനും പോണില്ല, നമ്മൾ ശരിയല്ലെങ്കിൽ അതെ തെറ്റാവാനും പോണില്ല. നമ്മളായിട്ട് നമുക്ക് ആദ്യം ആരാ വേണ്ടതെന്ന് അറിയോ? ആരും നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ ഏറ്റവും ആദ്യം നമ്മളെ സ്നേഹിക്കേണ്ടത് നമ്മളാണ്. എല്ലാവരും എന്ത് കാര്യം, ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്തു, എല്ലാവരും നമ്മളതിനെ പ്രശംസിക്കുന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്തത്. ആരും പ്രശംസിച്ചില്ലെങ്കിലും നമുക്ക് തന്നെ നമ്മളെ തോളത്ത് തട്ടിയിട്ട് പറയാം നമ്മൾ ചെയ്തത് നല്ലതാട്ടോ, വെൽ ഡൺ എന്ന് പറഞ്ഞ് നമുക്ക് തന്നെ നമ്മളെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് മറ്റുള്ളവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം നേരത്തെ പറഞ്ഞില്ലേ, സുഖമായാലും ദുഃഖമായാലും സന്തോഷമായാലും മറ്റുള്ളവരാരും നമ്മളെ ദുഃഖിപ്പിക്കണില്ല, മറ്റുള്ളവരാരും നമ്മളെ സുഖിപ്പിക്കണില്ല, മറ്റുള്ളവരാരും നമുക്ക് സന്തോഷം തരണില്ല. നമ്മുടെ മനസ്സിൻ്റെ ഭാവമാണ് സുഖവും ദുഃഖവും സന്തോഷമൊക്കെ ഉണ്ടാക്കി തീർക്കുന്നത്. അപ്പോൾ മനസ്സ് നമ്മളോട് ചേർന്നിരുന്നാൽ, ഈശ്വരന് സമർപ്പിച്ചാൽ, ആ മനസ്സ് നല്ലത് മാത്രം ചിന്തിച്ചാൽ, മനസ്സ് നല്ലത് മാത്രം കണ്ടാൽ, നമുക്ക് നന്മ, എല്ലാത്തിലും നന്മ കാണാൻ കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സന്തോഷം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ വേറൊരാൾ ദുഃഖിപ്പിക്കണമെന്നൊന്നും പറയണ്ട. അതുകൊണ്ട് ഇതാ പറയണു, നന്ദനന്ദനാന് അതല്ലേ വായിക്കണ്ടേ ഇനി? നന്ദനാനുണ്ടായിതെന്നാശു കേട്ടു പങ്ക്തി സന്ധ്യനഥ പരമാനന്ദാകുലനായ അൻപുത ജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യാഖിലാർത്ഥങ്ങൾ ചെയ്താൻ പുത്രവക്താബ്ജം കണ്ടു ദുഷ്ടനായി പുറപ്പെട്ടു. ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു. പിന്നെ ജാതനായിതു കൗകേയി സുതൻ. പിറ്റെന്നാളും സുമിത്രാപുത്രന്മാരായുണ്ടായി ഇരുവരും. അമിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മൻ ബാലന്മാർക്കെല്ലാവർക്കും. പെയ്തിതു സന്തോഷം കൊണ്ട് അശ്രുക്കൾ ജനങ്ങൾക്കും. സ്വർണരത്നൗഘ വസ്ത്രഗ്രാമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു. ഭൂദേവനം വിണ്ണവർ നാട്ടിലുണ്ടായതു മഹോത്സവം. കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും. നാമകരണം. സമസ്ത ലോകങ്ങളും ആത്മാവിങ്കലേ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും. ശ്യാമള നിറം പൂണ്ട കോമളകുമാരനു രാമനെന്നൊരു തിരുനാമവും ഇട്ടാനല്ലോ. ഭരണ നിപുണനം കൈകേയീതനയനു ഭരതനെന്നു നാമാമരുളി ചെയ്തു മുനി. ലക്ഷണാന്യുതനായ സുമിത്രാതനയനു ലക്ഷ്മണനെന്നു തന്നെ നാമവും അരുൾ ചെയ്തു. ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മജാവരജനം. നാമധേയവും 4 പുത്രർക്കും വിധിച്ചേവം. ഭൂമിപാലനും ഭാര്യന്മാരുമായി ആനന്ദിച്ചാൻ. സാമോദം ബാലക്രീഡാ തൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും. ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മരുവീടുന്നു. പായസാംശാനുസാരവശാൽ കോമളന്മാരായൊരു സോദരന്മാരുണ്ടായി. ശ്യാമള നിറം പൂണ്ട ലോകാഭിരാമദേവൻ കാരുണ്യാമൃതപൂർണാഭാംഗവീക്ഷണം കൊണ്ടും സാരസ്യ വ്യക്തവർണ്ണാലാപപീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദാദേഹമാധവം കൊണ്ടും ബന്ധുഗദന്താംബരാചുംബനാരസം കൊണ്ടും ബന്ധുരാദന്താങ്കുര സ്പഷ്ടഹാസാപ കൊണ്ടും ഭൂതലാസിത പാദാബ്ജദ്വയാനം കൊണ്ടും ചേതാമോഹനങ്ങളും ചേഷ്ടിതങ്ങളെ കൊണ്ടും താതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ. സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം ഫാലദേശാന്തേ സ്വർണാശ്വാധ പർണാകാരമായി നാലേയാമണിഞ്ഞതിൽ പറ്റിയിടും കുരളവും. അഞ്ജനാമണിഞ്ഞതിൽ മഞ്ജുളാതരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരാമണി കുണ്ടലം മിന്നിടുന്ന സ്വർണദർപ്പണ സമഗണ്ഡമണ്ഡലങ്ങളും ചാതൂലാനഖങ്ങളും വിദ്രുമാമണികളും ചതുടൻ
സ്വരമണികൾ മധ്യേ മധ്യേ കോർത്തു ചാത്തിയിടുന്നൊരു കണ്ഠോദ്യോതവും മുത്തുമാലകൾ വനമാലകളും പൂണ്ട വിസ്തുതോരസി ചാത്തും തുളസി മാല്യങ്ങളാൽ നിസ്തുല പ്രഭാവത്സലാഞ്ജനഭ്രമം ചേർത്തും അങ്കദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും മംഗുലീയങ്ങൾ കൊണ്ടു ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ പീതാംബരോപരി ചാത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പുണ്ട സോദരന്മാരോടും അലങ്കാരത്തെ ചേർത്തൻ ഭൂമിദേവിക്കു നാഥൻ ഭർത്താവിനധീവാസമുണ്ടായോരയോധ്യയിൽ പൊൽത്താർമാനിനീതാനും കളിച്ചു വിളങ്ങിനാൻ ഭൂതലത്തിങ്കലെല്ലാം അന്നു തൊട്ടനോദിനം ഭൂതിയും വർദ്ധിച്ചിതു ലോകവും ആനന്ദിച്ചു. ഭഗവാൻ ഒരു 30 അധ്യായത്തിൽ ഏകദേശം ഒരു 10-30 അധ്യായങ്ങളെ കൊണ്ട് ബാലലീലകളെ വർണ്ണിച്ചു ഭാഗവതത്തിലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ. ഇവിടെ ഏതാനും വരികളിലാണ് രാമൻ്റെ ബാലലീലകൾ പറഞ്ഞത്. ഏതാനും വരികളിലേ പറഞ്ഞിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ പറയണു, നമ്മുടെ ആ മനസ്സിലുണ്ടാവണ ആ ചിത്തമാലിന്യങ്ങൾ അകന്ന് മനസ്സ് തെളിയുമ്പോഴേ നമുക്ക് അതിനൊക്കെ ആ ബാലലീലകളെയൊക്കെ ആസ്വദിക്കാൻ തന്നെ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ അത്ര വിശദമായിട്ടൊന്നും പറയില്ല. ബാലലീലകൾക്ക് പ്രാധാന്യം ശ്രീകൃഷ്ണൻ്റെ ബാലലീലകളാണ്. അത് കേൾക്കുന്നവരുടെ ഉള്ളിൽ എപ്പോഴും പരമാനന്ദമായിരിക്കും. അതുകൊണ്ട് ബാലലീലകളെ ധാരാളം കേൾക്കണം, എന്നും വായിക്കണം എന്ന് ഭാഗവതത്തിൽ പറയും. ഇവിടെ കുറച്ച് ഏതാനും വരികളെ കൊണ്ട് രാമൻ്റെ ആ ബാലലീലകൾ കഴിഞ്ഞു. ഇനി ബാല്യവും കൗമാരവുമാണ് അടുത്തത് വർണ്ണിക്കുന്നത്. ദമ്പതിമാരെ ബാല്യം കൊണ്ടേവൻ രഞ്ജിപ്പിച്ചു, സമ്പതി കൗമാരവും സമ്പതിച്ചിതു മെല്ലെ വിധി നന്ദനായ വസിഷ്ഠ മഹാമുനി ഉപനിച്ചിതു ബാലന്മാരെ ശ്രുതികളോടു പുനരംഗങ്ങൾ ഉപാംഗങ്ങൾ സ്മൃതികൾ ഉപസ്മൃതികളും ആശ്രമമെല്ലാം പാഠമായതു പാർത്താൽ എന്തൊരത്ഭുത ആശ്രമമെല്ലാം പാഠമായതു പാർത്താൽ എന്തൊരത്ഭുതമവ പടവാമേറും വിശ്വാസങ്ങൾ തന്നെയല്ലോ. അതായത് ആ ശ്രുതികൾ, അംഗങ്ങൾ, ഉപാംഗങ്ങൾ, സ്മൃതികൾ, ഉപസ്മൃതികളൊക്കെ അശ്രമമെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു ശ്രമമില്ലാണ്ട് പെട്ടെന്ന് തന്നെ ഭഗവാൻ അത് മുഴുവൻ പഠിച്ചു. അപ്പോൾ അത് കേട്ടത് എന്തുകൊണ്ടാണ്? ആ ഭഗവാന്റെ ശ്വാസനിശ്വാസങ്ങൾ തന്നെ, ആ ശ്വാസങ്ങൾ തന്നെയാണ് ഇത്. അതുകൊണ്ട് അത് ഭഗവാന് അത് അത്ഭുതത്തോടു കൂടിയിട്ട് മനുഷ്യൻ്റെ ഒരു മനുഷ്യബാലൻ എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ അത് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ശ്വാസം തന്നെയാണ് എന്ന് പറയുന്നു. സകല ചരാചര ഗുരുവായി മരുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും സഹസ്രപത്മോത്ഭവപുത്രനാം വസിഷ്ഠന്റെ മഹത്വമേറും ഭാഗ്യമെന്തു ചൊല്ലാവതോർത്താൽ ധനുർവേദാംഭോ നിധി ഭാരകന്മാരായി വന്നു തനയന്മാരെന്നതു കണ്ടൊരു ദശരഥൻ മനസ്സിൽ വളർന്നൊരു പരമാനന്ദം പൂണ്ടു മുനിനായകന്മാരെയും ആനന്ദിപ്പിച്ചു നന്നായി ആമോദം വളർന്നൊടിൽ സേവ്യ സേവകാഭാവൻ രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ കോമളന്മാരായി മേവും ഭരത ശത്രുഘ്നന്മാർ സാമീപ്യകാഭാവം കൈക്കൊണ്ടാരൂദിനം രാഘവാനതൂകാലമേകഥാ കുതൂഹലായി വേഗമേറിയിടുന്നൊരു തുരകാരത്നാമേറി പ്രാണസംവിധാനായ ലക്ഷ്മണനോടും ചേർന്നു ബാണാതുണീരാഗണ്ഡാധ്യായ ആയുധങ്ങളും പുണ്ടു കാനദേശേ നടന്നിടിനായാട്ടിനായി കാണായ ദുഷ്ടാമൃഗാസഞ്ജയം കൊല ചെയ്താൻ ഹരിണ ഹരി ഗരി കരടി ഗടി ഗിരി ഹരിശാർദൂലാദികൾ അമിത വന്യമൃഗം വധിച്ചു കൊണ്ടുവന്നു ജനകൻ കൽക്കൽ വച്ചു വിധിച്ച വണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ. നായാട്ടിന് പോണ കാര്യം പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് മൃഗയാ വിനോദത്തിനല്ല പോയെ, നായാട്ടിനാണ് പോയത്. പണ്ട് കാലത്ത് കാടാണ് അധികം ഉള്ളത്, കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങൾ നാട്ടിലെത്തിയിട്ട് മറ്റുള്ളവരൊക്കെ ഉപദ്രവിക്കും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ആ രാജാവ് ഇതുപോലെ നായാട്ടിന് പോകുമ്പോൾ അവരെ ഉപദ്രവിക്കുകയൊന്നുമില്ല, ഞാണോലിയിട്ട് പെരുമ്പറയൊക്കെ കൊട്ടിയിട്ട് ആ മൃഗങ്ങളെയൊക്കെ ഉള്ളിലേക്ക് ഓടിപ്പിക്കും. പക്ഷേ അതിക്രൂരരായിട്ട് ചില മൃഗങ്ങളുണ്ട്, അവർ പോവില്ല, അവരെ അത്രയും ആക്രമശാലികളായിരിക്കും. അതാണ് ദുഷ്ടമൃഗസഞ്ചയം. അവരെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അമിത വന്യമൃഗം എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് ഉപദ്രവിക്കുക, അങ്ങനെയുള്ളവരുണ്ട്. അവരെ വധിക്കുക, അതിനെ വെറുതെ വിട്ടാൽ മറ്റുള്ളവരെ വധിക്കും എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ആ മൃഗങ്ങളെയാണ് വധിക്കുന്നത്. അല്ലാണ്ട് വധിക്കാൻ നായാട്ടിൽ വധിക്കുക എന്നുള്ളതില്ല. അതുകൊണ്ട് ആ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അന്യരാജ്യത്തു നിന്ന് ശത്രുക്കൾ വരുമ്പോൾ യുദ്ധം ചെയ്യണം, അവരെ വധിക്കണം എന്നില്ല, യുദ്ധത്തിൽ തോൽപ്പിച്ചാൽ മതി. പക്ഷെ ചിലവർ വല്ലാത്ത ഇതാകുമ്പോൾ അവരെ വധിക്കുക എന്നുള്ളത് വരുന്നുണ്ടല്ലോ, അങ്ങനെ വധിക്കുകയാണ് ചെയ്യണത്. അങ്ങനെ വധിച്ച് കൊണ്ടുവന്ന ആ മൃഗങ്ങളെയല്ലേ, കാരണം തൻ്റെ ആ യുദ്ധ നൈപുണ്യത കാണിക്കാൻ വേണ്ടിയിട്ട് അത് ജനകൻ്റെ കാൽക്കൽ വെച്ച് നമസ്കരിച്ചു എന്ന് പറയണം. നിത്യവും ഉഷസ്സുധ്യായ കുളിച്ചൂത്തു ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവന്ദനം ചെയ്ത ശേഷം ജനനിമാർച്ചരണാംബുരം വന്ദിച്ചനുജനോടും ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു. ദണ്ഡാനീതി നീങ്ങാതെ ലോകം തങ്കൽ സന്തതം രഞ്ജിപ്പിച്ചു. ധർമ്മപാലനം ചെയ്ത് ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്ന് സന്തുഷ്ടാത്മന മൃഷ്ടഭോജനം കഴിച്ചതാ. ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങൾ കേട്ടു. നിർമ്മല ബ്രഹ്മാനന്ദലീന ചേതസാ നിത്യം പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്തേവം ഭൂപാലക വൃത്തി കൈക്കൊണ്ടു ആണീടിനൻ ചേതസാ വിചാരിച്ചു കണ്ടിലോ പരമാർത്ഥമേതുമേ ചെയ്യുന്നോനല്ലോ വികാരവും ചിന്തിക്കിൽ ഇല്ലാതൊരു ഒരാത്മാനന്ദം എന്തൊരു മഹാമായ വൈഭവം ചിത്രം. അങ്ങനെ നീ ഇപ്പോൾ യാഗരക്ഷയ്ക്ക് പോണ ഭാഗ്യമാണ്. ആ യാഗരക്ഷയ്ക്ക് പോണ സമയം എത്രയായി? കുറച്ച് വായിക്കാണ്ട്. 10 മണിയാവുമ്പോഴേ നിർത്തുള്ളൂ കേട്ടോ. ജാനകീ ജീവനസ്മരണം. അക്കാലം വിശ്വാമിത്രനാകിയ മുനികുലാമുഖ്യാനും അയോധ്യയ്ക്കമ്മാറെഴുന്നള്ളിയിടിനാൻ. രാമനായ വനിയിൽ മായയാ ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടൊരു പരമാത്മാനം സത്യജ്ഞാനാനന്ദാമതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞ ആശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു. ഭൂപതി ദശരഥൻ ആശു സംഭ്രമത്തോടും പദ്യുദ്ധാനവും ചെയ്തു. വിധിനന്ദനോടും ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു. വന്ദിച്ചു നിന്നു ഭക്തിയാ സസ്മിതം മുനീവരൻ തന്നോട് ചൊല്ലിയിടിനാൻ. അസ്മജ്ജന്മഭൂമിന്നു വന്നിതു സഫലമായി നിന്തിരുവടി എഴുന്നള്ളിയതു മൂലം കൃതാർത്ഥാന്തരാത്മാവായതു ഞാനിഹാ തപോനിധേ. ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും എന്തോന്നു ചിന്തിച്ചെഴുന്നള്ളിയത് എന്നും ഇപ്പോൾ നിതിരുവടി അരുൾ ചെയ്യണം ദയാനിധേ. എന്നാലാകുന്നതെല്ലാം ചെയ്യുവാൻ ഞാൻ മടിയാതെ ചെന്നാലും പരമാതന്താപസാകുലാവതേ. വിശ്വാമിത്രനും പ്രീതനായ അരുൾ ചെയ്തിടിന വിശ്വാസത്തോടു ദശരഥനോടതു നേരം ഞാൻ അമാവാസ്യ തോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുവാൻ മാരീച സുബാഹുമുഖ്യന്മാരം നക്തഞ്ജനന്മാരിരുവരൂ മനുജന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായി അവനീപതേ രാമദേവനെ അയക്കേണം. പുഷ്കരോത്ഭവപുത്രൻ തന്നോടും നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ. നല്ലതു വന്നിടുക നിനക്കൂ മഹീപതേ കല്യാണമതേ കരുണാനിധേ നരപതേ. ചിന്താചഞ്ചലനായ ഭക്തിചന്ദന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോട് ഗാന്ധേ ചൊല്ലിയിടിനൻ എന്തു ചെയ്വതു ഗുരു നന്ദനൻ തന്നെ മമാസന്ധിച്ചിടുവതിന്നില്ലല്ലോ ശക്തിയൊട്ടും. എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ചാതനയനം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ. രാമനെ നൽകിയിടാൻ ഞാൻ അന്വയാനാശം കൂടെ വരുത്തും. വിശ്വാമിത്രൻ എന്തോന്നു നല്ലതിപ്പോൾ എന്നു നിന്തിരുവടി ചിന്തിച്ചരുളി ചെയ്തിടുക വേണം. എങ്കിലോ ദേവഗുഹ്യം കേട്ടാലോ മതി ഗോപ്യം സങ്കടമുണ്ടാകേണ്ട. തന്തതന്തരാവതേ മാനുഷനല്ല രാമൻ മാനവശിഖാമണേ മാനമില്ലാതെ പരമാത്മാവൂത സദാനന്ദൻ പത്മസംഭവം മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചന
ഭൂഭാരത്തെ കളവാനായി തന്നെ തനയന് കൗസല്യാദേവി തന്നിൽ വന്ന് അവതരിച്ചതു വൈകുണ്ഠൻ നാരായണൻ മുന്ന് നിന്നുടെ പൂർവജന്മം വലുവന്റെ ശാരദാ മുന്നം നീ ബ്രഹ്മാത്മജ കശ്യപ പ്രജാപതി തന്നെ പത്നിയാകും അതിഥി കൗസല്യാകളിരു അന്നിരുവരും കൂടി സന്തതി ഉണ്ടാവാനായി ബഹുവത്സരാമുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ മുഹുരാത്മനി വിഷ്ണു പൂജ ധ്യാനാദിയോടും ഭക്തവത്സലൻ ദേവൻ ഭരതൻ ഭഗവാനും പ്രത്യക്ഷീഭവിച്ചു നീ വാങ്ങിക്കൊൾവരാമെന്നാൽ പുത്രനായി പറക്കേണം ഭവാനെൻ എനിക്കു ഭവാനെന്നു സത്വരാം അപേക്ഷിച്ചു കാരണമെന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും പൃഥ്വിന്ദാശേഷം തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശങ്ക കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായ ദേവിയും സീതയായി മിഥിലയിൽ യാഗവേലായ മയോനിജയായി ഉണ്ടായി വന്നു ആഗതായ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂടിയിടുവതിനെന്നതറിഞ്ഞിടണം നീ എത്രയും ഗുഹ്യാമിതു വ്യക്തവ്യമല്ലാതാനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചുദയാ യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലും എന്നാതരം ആമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ വരിക രാമ രാമ ലക്ഷ്മണ വരികെന്നാ അരികെ ചേർത്തു മാറിയിലണച്ചു ഗാഠഗാഠം പുണർന്നുടൻ മുകർന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോവിനെന്നു രാജൈതഞ്ജന ജനകാജനനിമാർച്ചരണാം ഭുജങ്കുപ്പി മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാസ്ത്രം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ശാപതൂണിരാപാണ ഗഡ്ഗപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശികമുനി യാത്രയുമയപ്പിച്ച ശ്രീവാദവും ചൊല്ലി തീർത്ഥവാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം പോയി ചിലാദേശം കടന്നോരനന്തരം മന്ദഹാസവും പൂണ്ടരുളി ചെയ്തു മുനി രാമ രാഘവ രാമ ലക്ഷ്മണ കുമാരകൾ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തെന്നും വിശപ്പുമെന്തെന്നും അറിയാതെ ദേഹങ്ങളാം മുന്നം നിങ്ങൾക്കെന്നതു മൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യമേറുന്ന ഒരു വിദ്യകൾ ഇവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ ദേവനിർമ്മിതാകളി വിദ്യകളെന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി ക്ഷുവിഭാസാദികളും തീർന്ന ബാലന്മാരുമായപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ ജാനകി ജീവനസ്മരണം. വിശ്വാമിത്രൻ്റെ യാഗം മുടക്കുന്ന ആ രാക്ഷസന്മാരെ മാരീച സുബാഹുക്കളാണ് യാഗം മുടക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ യാഗത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ട് വിശ്വാമിത്രൻ പോവുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞയക്കാൻ ദശരഥന് മടിയുണ്ടെങ്കിലും ആ സത്യത്തെ ബോധിപ്പിച്ചിട്ട് ഗുരുനാഥൻ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞയക്കണം. അങ്ങനെ അതാ അവർ പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് ഇതാ താടകാവനത്തിലെത്തുന്നു. താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ രാഘവ പരാക്രമവാരിധേ രാമ പോകുമാറില്ലേ വഴിയാരുമേ ഇതുകാലം കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടകാഭയങ്കരി വാണിയിടും ദേശമല്ലോ അവളെ പേടിച്ചാരും ഈ വഴി നടപ്പില്ല ഭുവനീ വാസാജനം ഭുവനേശ്വര പോറ്റി കൊല്ലനാമി വേള നീ വല്ല ജാതിയോ മദീനിലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊരു ചെറുഞാണൊളി ചെയ്തു രാമൻ എല്ലാ ലോകവും ഒന്ന് വിറച്ചീതതു നേരം ചെറുനാണൊലി കേട്ടു കോപിച്ചു നിശാചരി പരികെ വേഗത്തോടു മടുത്തു രക്ഷിപ്പാനായി അന്നേരമനുചരമയച്ചു രാഘവനും ചെന്നു താടകാമാറിൽ കൊണ്ടിതു രാമബാണം പാരിതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ സ്വർണരത്നാഭരണങ്ങ ഭൂഷിതാഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ജരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാം കൗശികാമുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെല്ലാം ശൂരാഘവാനുപദേശിച്ചു സലക്ഷണം നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമാശ്രമേ
രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനാരാസയാ പുലർകാലെ ബുക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരേറ്റു വന്ദിച്ചാരതൂ നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താൽ വിശ്രമിച്ചനന്തരം രാഘവൻ തിരുമടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു താപസോത്തമാ ഭവൻ ദീക്ഷിക്കായാഗമിനി താപം കൂടാതെ രക്ഷിച്ചിടുവേനേതു ചെയ്തും ദുഷ്ടരാം നിശേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവാൻ ബാണം കൊണ്ടു ഞാൻ തപോനിതേ യാഗവും ദീക്ഷിച്ചിതു കശികാനതുകാലം ആഗമിച്ചിതു നക്തഞ്ചരന്മാർ പടയുമായി മധ്യാഹ്നകാലെ മേൽഭാഗത്തിങ്കൽ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിനാരതൂ നേരം പാരാതെ 2 ശരം തൊടുത്തു രാമദേവൻ മാരീച സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ കൊന്നിതു സുബാഹുവാമിവനെ ഒരു ശരം അന്നേരം മാരീചനും ഭീതി പൂണ്ടോടിയിടിനാൻ ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ ഖിനനായേറിയൊരു യോജന പാഞ്ഞാനവന്നർണവൻ തന്നിൽ ചെന്നു വീണിതു മാരീചനും അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണമെന്ന ഭയം പൊക്കിയിടിനൻ ഭക്തവത്സലന ഭയം കൊടുത്താലതു മൂലം ഭക്തനായി വന്നാനെന്നു തുടങ്ങി മാരീചനും പറ്റലർ കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ ദേവദുന്ദുബികളും ഘോഷിച്ചാരതു നേരം യക്ഷകിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തൽക്ഷണേ കുപ്പിസ്തുതിച്ചേറ്റവുമാന ആനന്ദിച്ചാർ വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർന്ന ശ്രുപൂർണാദ്രാകുല നേത്രപത്മങ്ങളോടും ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്തു വത്സന്മാരെയും പൂജിപ്പിച്ചിതു വാത്സല്യത്താൽ 3 ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികനവരുമായി അരുൾ ചെയ്തിതു 4-ാം ദിവസം പിന്നെ മുനി അരുതു വൃഥാകാലം കളകെന്നുള്ളതേതും ജനകാമഹീപതി തന്നുടെ മഹായജ്ഞമിനി വൈകാതെ കാണാൻ പോകാമാം വത്സന്മാരെ ചൊല്ലഴും ത്രയംബകമാകിയ മഹേശ്വരാവില്ലുണ്ടു വിദേഹരാജ്യത്തിങ്കലിരിക്കുന്നു ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരാ ഭൂമി ബാലേന്ദ്രന്മാരാൽ അർച്ചിതാമനോദിനം ശോണിബാലേന്ദ്ര കുലജാതനാകിയ ഭവൻ കാണണം മഹാതത്വമാകിയ ധനുർരത്നം താപസേന്ദ്രിയന്മാരോട് ഭൂമിവണ്ണം ചെയ്തു ഭൂമിമാലന്മാരും കൂടെ പോയി വിശ്വാമിത്രം പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമത്ര ശോഭ പൂണ്ടൊരു ദേശം ആനന്ദപ്രദം ദിവ്യപാദപാലതാകുസുമാഫലങ്ങളാൽ സർവമോഹനാകരം ജന്തുഹി സഞ്ജയാഹീനം കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പൊണ്ടരീകേഷനും ഇവണ്ണമരുൾ ചെയ്തു ആശമാവതാമിത ആർക്കുള്ളു മനോഹരം ആശയയോഗ്യം നാനാ ജന്തു സംവിധം താനും എത്രയും ആഹ്ലാദമുണ്ടായതു മനസ്സിമേ തത്വമെന്തെന്നരുൾ ചെയ്യണം തപോനിധേ ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കുന്ന ഭാഗം കൂടി വായിച്ച് നമുക്കിവിടെ സമർപ്പിക്കാം. ബാക്കി ഭാഗങ്ങൾ നാളെ വായിക്കാം. എന്നതു കേട്ടു വിശ്വാമിത്രനോ മരുൾ ചെയ്തു പന്നകാശായി പരൻ തന്നോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാര നീ വട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമമുനി ഗംഗാരോധസി നല്ലൊരാശ്രമത്തിങ്കൽ അത്ര മംഗലം വർദ്ധിച്ചിടും താപസ വാഴുംകാലം ലോകേശൻ നിജാസുതയായുള്ളോരഹല്യം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യാഭർത്താക്കന്മാരായാറവർ ഭർത്തൃശുശ്രൂഷ ബ്രഹ്മചര്യാദികൾ കണ്ടത്രയും പ്രസാദിച്ചു. ഗൗതമാമുനീന്ദ്രൻ തന്നെ പത്നിയായോരഹല്യോടും ചേർന്നു പർണശാലയിൽ അത്ര വസിച്ചു ചിരകാലം.
വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുശ്ചവേനനും കുസുമായുധപരവശനായ ചന്തണ്ടി വായ്മലരും പന്തൊക്കും മുലാകരും ചന്തമേറിയിടും തുടക്കാമ്പും ആസ്വദിപ്പതീനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതാമകൻ. ചന്താർ ബാണചത്തി കൊണ്ടു സന്തപം മുഴക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീ രൂപം ചിന്തിച്ചാനങ്കാന്ധനായി വന്നേനല്ലോ അന്തരാത്മനി വിഭുതേന്ദ്രനുമതീനിപ്പോൾ അന്തരം അന്തരാമെന്തെന്നോർത്തു ലോകേശൻ മജാസുധാനന്ദനുടെ രൂപം നാഗനായകൻ അന്ത്യയാമാതിങ്കൽ സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരം പുക്കാനുടജാന്തരേ പരവശാൽ സൂത്രാമാവാഹല്യയെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തില്ലെന്നു കണ്ടു. ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്രരാദിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിസ്തൃതനായത്രയും വേപത പൂണ്ടു നിന്നാൻ. തന്നെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ട് അധികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നിന്നില്ല ആരാകുന്നിതെന്തിതു ദുഷ്ടാത്മാവേ ചൊല്ലുചൊല്ലെന്നോട് നീയെല്ലാമേ പരമാർത്ഥം വല്ലാതെ മമരൂപം കൈക്കൊണ്ടാൻ എന്തു മൂലം നിർലജ്ജനായ ഭവാൻ എന്തൊരു മഹാപാപി സത്യമെന്നോടു ചൊല്ലിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായെങ്കിൽ ഭസ്മമാക്കുവീനിപ്പോൾ ചൊല്ലിയാനതു നേരം താപസേന്ദ്രനെ നോക്കി സർവലോകാധിപനായ കാമകിങ്കരനഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പൊറുത്തു കൊള്ളേണമേ. അഹല്യയുടെ കഥയാണ് പറയണത്. വിശ്വാമിത്രൻ പറഞ്ഞു കൊടുക്കണു ആ കഥ. അതായത് അഹല്യ ഗൗതമ മഹർഷിയും കൂടിയിട്ട് വിവാഹം കഴിച്ചിട്ട് കഴിഞ്ഞിരുന്ന സ്ഥലമാണ് ഇവിടെയാണ് കഴിഞ്ഞിരുന്നത്. ആ സമയത്ത് അഹല്യയുടെ സൗന്ദര്യം കണ്ടിട്ട് ദേവേന്ദ്രൻ മോഹിച്ചു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര വലിയ സ്ഥാനത്തിരുന്നാലും ആ മനസ്സിൻ്റെ പ്രതീകമാണ് ദേവേന്ദ്രൻ. ഇന്ദ്രൻ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ പ്രതീകം എന്ന് പറയാം. നമ്മളെ എത്ര നല്ല സ്ഥാനത്തിരുന്നാലും ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് മനസ്സ് പെട്ടുപോയാൽ നമ്മൾ അപകടത്തിൽ പെട്ടുപോകുമെന്ന് പറയാം. എന്ന് ആ അഹല്യയെ കണ്ട് മോഹിച്ചിട്ട് അഹല്യയെ പ്രാപിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് കാത്തിരുന്നു. അപ്പോൾ ഒരു ദിവസം ഗൗതമ മഹർഷി സന്ധ്യാവന്ദനത്തിന് വേണ്ടി രാവിലെ പോയ സമയത്ത് ഗൗതമ മഹർഷിയുടെ ആ രൂപം ധരിച്ചുകൊണ്ട് ഇന്ദ്രൻ അഹല്യയെ പ്രാപിച്ചു. ആ പതിവ്രതയായ ആ അഹല്യയ്ക്ക് അതാണ് നമ്മുടെ ചില കാര്യങ്ങൾക്ക് നമുക്കൊരു വീണ്ടും വിചാരം വരാണ്ട് ചില ഇതുണ്ടാവും. പക്ഷേ നമുക്ക് ചില തെറ്റുകൾ സംഭവിക്കാത്തവരൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും തെറ്റ് സംഭവിക്കും. ഈ ഒരു സമയത്ത് തൻ്റെ ഭർത്താവ് ഇതുപോലെ ഒരു സംഗമത്തിന് വരില്ല എന്ന് ചിന്തിക്കാനുള്ളൊരു ചിന്ത ആ സമയത്ത് ഇല്ലാണ്ട് പോയി. അപ്പോൾ എവിടെയെങ്കിലും ഒരിക്കൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും നമ്മൾ അറിയാണ്ട് കിടക്കുന്ന ഒരു കാര്യങ്ങൾ, ചില കാര്യങ്ങൾക്ക് നമ്മൾക്ക് വന്ന് സംഭവിക്കുമ്പോൾ നമ്മുടെ ആ വാസനാബീജം ഉള്ളിൽ കിടക്കേണ്ടത് അതിനെ നശിപ്പിക്കാനുള്ളൊരു അനുഗ്രഹം കൂടിയാണത്. അപ്പോൾ അഹല്യയെ സംബന്ധിച്ചിടത്തോളം അഹല്യ അറിയണില്ല, അഹല്യയ്ക്ക് ചിന്തിക്കാൻ തോന്നിയില്ല. ഇപ്പം എൻ്റെ ഭർത്താവ് എന്തിനും ഇങ്ങോട്ട് വന്നു, ഈ സമയത്ത് ഭാര്യാഭർത്തൃ സംഗമം പാടില്ലാത്തതല്ലേ, പിന്നെ എന്തുകൊണ്ടെന്ന് ചിന്തിക്കാൻ തോന്നിയില്ല. അത് ആ സമയമായിട്ടില്ല സന്ധ്യാവന്ദനത്തിനെന്ന് കണ്ട് ഗൗതമ മഹർഷി തിരിച്ചു വന്നപ്പോൾ തൻ്റെ രൂപം പൂണ്ടിട്ട് നിൽക്കണ ദേവേന്ദ്രനെ കണ്ടു. അപ്പോൾ ആ ദേവേന്ദ്രനും പറയണു, എനിക്ക് ഒരു തെറ്റ് പറ്റിയതാണ് എന്ന് പറയണു. എല്ലാവരെയും ആ ഇന്ദ്രപദവിയല്ലേ നമ്മളെയൊക്കെ ഭരിക്കുന്നവരെ ഒരിക്കലും അവരെയൊക്കെ നമുക്ക് മാതൃകയാവേണ്ടതാണ്. അപ്പോൾ നമ്മളെയൊക്കെ ഭരിക്കണത് നമ്മുടെ മനസ്സാണെന്ന് നേരത്തെ പറഞ്ഞു. മനസ്സിൻ്റെ പ്രതീകമാണ്. ചീത്തത്വത്തിലേക്ക് മനസ്സ് വഴിമാറിപ്പോകുമ്പോൾ നമ്മൾ അതിനെ സ്വീകരിക്കുകയാണ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ ആ ഈശ്വരനെ മറന്ന് ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കാതെ കൊണ്ടൊക്കെ അപകടത്തിൽ പെട്ടുപോകണമെങ്കിലും ഭഗവാൻ നമ്മളെ കൈവിടില്ല എന്ന് പറയാം. അറിയാണ്ട് നമ്മളൊരു അപകടത്തിലാ പെടണേ, കൽപ്പിച്ചു കൂട്ടി ചെയ്യണേക്കാളും അറിയാണ്ട് ചെയ്യണമെന്ന് വ്യത്യാസമുണ്ട്.
അറിയാണ്ടാണ് നമ്മളങ്ങനെ ഒരു അപകടത്തിൽ ചെന്ന് പറഞ്ഞത്. ഈശ്വരൻ നമ്മളെ കൈവിടില്ല എന്ന് പറയുക. കാരണം എന്താ, ഇവിടെ അഹല്യയെ അനുഗ്രഹിച്ചത് തന്നെ പരമമായ അനുഗ്രഹമാണ് അഹല്യയ്ക്ക് കൊടുക്കുന്നത്. ആ ഭാഗങ്ങളാണ് ഇപ്പം ഇന്ന് വായിച്ച് സമർപ്പിക്കുന്നത്. അപ്പം പറഞ്ഞു, ഞാൻ മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പുറത്തു കൊള്ളേണമേ. അപ്പോൾ പറഞ്ഞു, എന്തൊരു സഹസ്രഭകനായി ഭവിക്കാ ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം. ശരീരം മുഴുവനും സഹസ്രഭകൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയണത് ശരീരത്തിൽ മുഴുവനും 1000 ലിംഗങ്ങൾ ശരീരത്തിൽ മുഴുവനും ഉണ്ടായി എന്നാണ് പറയണത്. അത്രയും ഇനി അങ്ങനെ ഈ ഒരു കാര്യങ്ങളെ ആഗ്രഹിച്ചപ്പോൾ അത് 1000 ലിംഗങ്ങൾ ശരീരം നിറഞ്ഞ് ശരീരത്തിൽ മുഴുവൻ ഉണ്ടായിത്തീർന്നു. വീണ്ടും ചെന്ന് നമസ്കരിക്കുമ്പോൾ അതെല്ലാം പൊഴിഞ്ഞു പോയിട്ട് 1000 സഹസ്രാക്ഷൻ എന്നും കൂടി ഒരു പേര്, 1000 കണ്ണുകളായിട്ട് തീരണു. അപ്പോൾ അതിങ്ങനെ പറയണു. അത് അത്രയും ആ ചെയ്ത തെറ്റിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. സഹസ്രാഭവാനായി ഭവിക്കാ ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമാഫലമെല്ലാം. താപസേശ്വരനായ ഗൗതമദേവേന്ദ്രനെ ശപിച്ചാശമകം പുക്കപ്പോൾ അഹല്യയും വേപത പൂണ്ടു നിൽക്കുന്നത് കണ്ടരുൾ ചെയ്തു. താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ, കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചരേ, ദുഷ്ടമാനത്തെ തവ സാമർത്ഥ്യം നന്നുപാരം, ദുഷ്കൃതാമൊടുങ്ങുവാൻ ഇന്നിതു ചൊല്ലിയിടുവൻ, നിഷ്കൃതിയായുള്ളൊരു ദുർധര മഹാവൃതം, കാമകിങ്കരീശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കേണം. നീഹാരാതപാവായു വർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ. കാനനാദേശേ മദീയാശ്രമേ മനോഹരേ. കേൾക്കുമ്പോൾ നമുക്കൊക്കെയും ശപിച്ചു, ഒരു തെറ്റും ചെയ്യാത്ത അഹല്യ ശപിച്ചു എന്നാണ് പറയണത്. അറിഞ്ഞിട്ടായാലും അറിയാണ്ടായാലും തീയിൽ തൊട്ടാൽ കൈ പൊള്ളും, പിന്നെ അത് ഉണങ്ങണം വേണ്ടേ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, ഈശ്വരനെ ഈ ചെയ്ത തെറ്റിന് ഈശ്വരനെ ആശ്രയിക്കുക മാത്രമേ വഴിയുള്ളൂ. ആ ഈശ്വരനെ ആശ്രയിക്കാനായിട്ട് വീണ്ടും ആ ഒരു ശരീരത്തോട് കൂടിയിട്ട് ഇരുന്നിട്ടാണ് ഈശ്വരനെ ആശ്രയിക്കണമെന്ന് വെച്ചാൽ വീണ്ടും നമ്മളുടെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു, ഒരു കല്ലായിട്ട് തീരട്ടെ എന്ന് അനുഗ്രഹിച്ചു. ആ ശിലയായിട്ട് കിടക്കുകയാണെങ്കിൽ അങ്ങോട്ടും കൊണ്ട് ചെയ്ത് ആ സ്ഥിരമായിട്ട് ഏകാഗ്രമായിട്ട് ആ കല്ലിൻ്റെ രൂപത്തിലിരുന്നിട്ട് ആരും ഉപദ്രവിക്കാതിരിക്കാൻ, അവിടെ മൃഗങ്ങളെപ്പോലും വരുത്താണ്ട് തപസ് ചെയ്യാനായിട്ട് വേണ്ട വിധത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി. ശരിക്കും നമുക്ക് പ്രത്യക്ഷത്തിൽ എന്താ ശപിച്ചു, പക്ഷേ പരോക്ഷമായിട്ട് എന്താ അനുഗ്രഹിക്കുക ചെയ്തേ. അറിയാണ്ടായാലും തെറ്റ് ചെയ്ത തെറ്റാണ്. ആ തെറ്റിനെ നമ്മൾ പശ്ചാത്തപിക്കണം, പരിഹാരം ചെയ്യണം. നമ്മൾ അറിയാണ്ടായാലും അറിഞ്ഞിട്ടായാലും തെറ്റ് ചെയ്ത തെറ്റ് ആ തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ അതിന് പ്രായശ്ചിത്തം ചെയ്യുക വേണം. അതിന് യാതൊരു വിഘ്നങ്ങളും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അനുഗ്രഹമാണ്. ആ ഭഗവാന്റെ പാദങ്ങളെ ധ്യാനിച്ച് ഇവിടെ വസിച്ചോളൂ, ഈശ്വര സാക്ഷാത്കാരം അല്ലേ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് കൊടുത്തത്. നാനാജന്തുക്കളുമൊന്നും ഇവിടെയുണ്ടായി വരാ. കാനനദേശേ മദീയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനും മനോജനും ശ്രീരാമപാദാംബോജ സ്പർശമുണ്ടായിടുമ്പോൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു. ഭൂതമാനസായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി. ഹിമവൽ ഭാഷ്യം പുക്കാൻ അന്നു തൊട്ടി വീട് വാണിയിടിനാളഹല്യയും. ഇങ്ങനെ ആ ഗൗതമ മഹർഷി ഹിമവാന്റെ ഭാഷ്യത്തിൽ പോയി തപസ് തുടങ്ങി. ഇവിടെ തപസ് ഇരിക്കണു ആ അഹല്യാണ്. എത്രയോ വർഷം ഭഗവാനെ മാത്രം ചിന്തിച്ച് ഭഗവാന് മാത്രം മനസ്സ് ചേർത്ത് തപസ്സിരിക്കാനുള്ളൊരു ഭാഗ്യം. നിന്തിരുമലരടിച്ചന്തളിർപ്പൊടി അല്പം എന്തൊരു കഴിവെന്നു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടു സന്തതം വസിക്കുന്നു സന്തോഷാനന്ദ സന്താനമേ ചിന്താമണേ. ആരാലും കണ്ടുകൂടാതൊരു പാഷാണാംഗിയായി
ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദിനിയായ ഗൗതമ പത്നിയുടെ കൽമഷാമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടേണമെന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാദേവി. എന്നാൽ ഗതിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കയ്യം പിടിച്ചുടചാങ്കണം ബുക്കാൻ ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപം അഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ ശ്രീരാമപാദംബുജം മെല്ലെ വച്ചിതു രാമദേവൻ ശ്രീപതി രഘുപതി സത്പതി ജഗത്പതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനി പത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായിതഹല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലോ. താപസശ്രേഷ്ഠനാകിയ കൗശികമുനിയോടും താപസഞ്ജയൻ നീങ്ങുമാറു സോദരനോടും ശാപനാശനാശനാകരനായൊരു ദേവൻ തന്നെ ശാപങ്ങളോടും പീതമം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷത്തോടും സുസ്മിതവക്രത്തോടും ശ്രീവാസംബുജധല സന്നിഭാനേത്രത്തോടും വാസവാനീലാമണി സംഘാശഗാത്രത്തോടും വാസവ്യാദ്യാമരൗഖവന്ദിതപാദത്തോടും പത്തുദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കണായിതഹല്യയ്ക്കും ജാനകീ ജീവന കാണുന്നില്ല. ഗുരുവായൂരപ്പ നാരായണ ശ്രീരാമസ്വാമി ഹരേഷ. തന്നുടെ ഭർത്താവായ ഗൗതമതപോധനൻ തന്നോട് മുന്നമുര ചെയ്തതു മോർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥൻ അർണജാവിലോചനൻ പത്മജ മനോഹരൻ നിധമാത്മനി ചിന്തിച്ചു ദാനം ചെയ്തു ഭക്തിയ സത്വരാമർഖ്യാദികൾ കൊണ്ട് പൂജിച്ചിടിനാൽ സന്തോഷാശ്രുക്കളൊഴുകിയിടും നേത്രത്തോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്ത് അഞ്ചിത്ത കാമ്പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉദ്ധാരം ചെയ്തു മുകുരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ഗാത്രത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗദാവർണ്ണത്തോടും അദ്വയനായോരാദ്യ സ്വരൂപനെ കണ്ടു സദ്യോജാതനായ ആനന്ദാബ്ധിമഗ്നയായി സ്തുതി ചെയ്താൾ ജാനകി ജീവന സ്മരണം ജയ ജയ. അഹല്യയുടെ സ്തുതി നാളെ നമുക്ക് പാരായണം ചെയ്ത് സമർപ്പിക്കാം. അത് തൊട്ട് പാരായണം ചെയ്ത് സമർപ്പിക്കാൻ മുല്ലോർലി ദേവരെ അനുഗ്രഹിക്കട്ടെ, പരമഗുരുവായ ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം എല്ലാം ആ ഭഗവാന്റെ പാദത്തിലെ പ്രേമ പുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുകയാണ്. എല്ലാം ഭഗവാനെ സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിക്കണേ. ഒരുപാട് അക്ഷരത്തെറ്റുകൾ വന്നിട്ടുണ്ടാവാം, മനസ്സ് പല വിധത്തിലേക്ക് വികല്പമായിട്ട് പോയിട്ടുണ്ടാവാം. എങ്കിലും ഓരോ ദിവസം പാരായണം ചെയ്യുന്നവരും മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് തെറ്റുകുറ്റങ്ങളൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട് ഇത് പാരായണം ചെയ്ത് സമർപ്പിക്കാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം. കുറച്ച് നാമം ചൊല്ലി നമുക്ക് രാധാറാണിയുടെ പാദത്തിലെ പ്രേമഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഇതാൾക്ക് കൊടുക്കും ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ ഹരേ ഗുരുവായൂരപ്പ ശരണം മുല്ലോർലിത്തേവരേ ശരണം സർവേശ്വര മംഗലത്തപ്പ ശരണം തലയാക്കുളത്തമ്മേ ശരണം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ ജയ് ജയ് ശ്രീ രാധേശ്യാം കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ ബ്രഹ്മ വിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരരും ശുഭേ തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതീ രൂപേ ഷഷ്ടി മംഗളചണ്ഡികേ കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകേറ്റണേ ഗോലോകനാഥയം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ
ബർഹാപീഠം നടവരവപുകർണയോ കർണികാരം ബിഭ്രദ്വാസ കനകകപിശം വൈജയന്തിം ച മാലം രന്ധ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സുപതരമണം പ്രാവിശദ്ഗീതകീർത്തിം ഗോലോകനാഥനം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലേശമനിശം ഹൃദിഭാവയാമി. ശ്രീഹരയേ നമഃ ശ്രീഹരയേ നമഃ ശ്രീഹരയേ നമഃ. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടു അലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം. രാധേശ്യാം.